plantation definition നമുക്ക് നോക്കാം. A group of commercial crops of perennial nature cultivated extensively. Perennial crop ആണ് and it is cultivated tropical and subtropical regions. Cultivate ചെയ്യാൻ പറ്റുന്ന crop plantations വന്നത് അതിന് ആവശ്യമുണ്ട് അവിടെ ഇതിന്റെ പ്രോഡക്ട്സ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓഫ് പ്ലാന്റേഷൻ. അപ്പോൾ നമുക്ക് ഒരു കാര്യം, ഫ്രൂട്ട് ക്രോപ്സും നേച്ചറാണ്. അതും നല്ല വലിയ ഒരു ഏരിയയിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ലൈക്ക് പ്ലാന്റേഷൻ ക്രോപ്സ്. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള വോയിസ് ബ്രേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. സോ നമുക്ക് ഇതിനൊരു ഡിഫറൻസ് നോക്കാം. പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് ഫ്രൂട്ട് ക്രോപ്സിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ ടേബിളിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഏത് ക്ലൈമറ്റിലാണ് നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്സ് നോർമലി വളർത്തുക? അപ്പൊ നമ്മൾ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ കണ്ടു, ട്രോപ്പിക്കൽ ആസ് വെൽ സബ് ട്രോപ്പിക്കൽ കണ്ടീഷൻസിലാണ് നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്സിനെ നോർമലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഫ്രൂട്ട് ക്രോപ്സ് നേരെ മറിച്ച് ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് ടെമ്പറേറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ഇനി ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന്റെ ആവശ്യത്തിനെ കുറിച്ച്, അതിന്റെ നെസസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്ലാന്റേഷൻ ക്രോപ്സ് നോർമലി അതിന് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന്റെ ആവശ്യം വളരെ കുറവാണ്. ഓക്കെ, അപ്പം ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന്റെ ആവശ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സിന് വളരെ അതിന്റെ ആവശ്യം കുറവാണ്. ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന്റെ ആവശ്യം വളരെ കുറവാണ്. എക്സെപ്റ്റ് ഫോർ കോഫി ആൻഡ് ടീ, അതിന് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിന് ടീയിലും കോഫിയിലും. ഫ്രൂട്ട് ക്രോപ്സിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ വളരെ കാനപ്പി മാനേജ്മെന്റ് ഇൻ ഫ്രൂട്ട് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ഒരു പോർഷൻ ആണ്. അപ്പം വളരെ ആവശ്യമുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് ഇൻ ഫ്രൂട്ട് ക്രോപ്സ്. പിന്നെ കൺസംഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റേഷൻ ക്രോപ്സിന് പ്രോഡക്ട്സ് എന്തായാലും പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഫ്രൂട്ട് ക്രോപ്സിൽ മേജറായിട്ട് നമുക്ക് ഫ്രഷ് ഫോമിൽ തന്നെ, ഫ്രഷ് ആയിട്ട് തന്നെ, പ്രോസസ്സ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഫ്രൂട്ട് ക്രോപ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. പിന്നെ പെരിഷബിലിറ്റി, അതായത് വേഗം തന്നെ കേടായി ചീഞ്ഞു പോകുന്ന, ഡീക്കേ ആയി പോകുന്നതിനെ കുറിച്ചുള്ള ഇതാണ് പെരിഷബിലിറ്റി പറയുന്നത്. അപ്പൊ പ്ലാന്റേഷൻ ക്രോപ്സ് നോർമലി നോട്ട് പെരിഷബിൾ ആണ്, അല്ലെ ലെസ് പെരിഷബിൾ ആയിട്ടുള്ള ക്രോപ്പാണ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഫ്രൂട്ട് ക്രോപ്സ് നമുക്കറിയാം ഈസിലി പെരിഷബിൾ ആവുന്ന ഒരു ക്രോപ്പാണ് ഫ്രൂട്ട് ക്രോപ്സ്. പിന്നെ ഇതിന്റെ എക്സ്പോർട്ട് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളതാണ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഫ്രൂട്ട് ക്രോപ്സും ചില ഫ്രൂട്ട്സ് ഇപ്പോൾ നമുക്കറിയാം, നോബൽ ഫ്രൂട്ട് ക്രോപ്സ് എല്ലാം തന്നെ, എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം തന്നെ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളതാണ്. അവോക്കാഡോ, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം എക്സ്പോർട്ട് വാല്യൂ കൂടുതലുള്ള ക്രോപ്സ് ആണ്. അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്ഡ് അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ പ്രിസർവ് മീൻസ് നമുക്കറിയാം പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ചെയ്ത് പ്രോസസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് എക്സ്പോർട്ട് വാല്യൂ കൂടുതലുള്ളതാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഫ്രൂട്ട് ക്രോപ്സിനെക്കാളും എക്സ്പോർട്ട് വാല്യൂ കൂടുതലുള്ളത് പ്ലാന്റേഷൻ ക്രോപ്സിന് തന്നെയാണ്. പിന്നെ അതിന്റെ യൂസസിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സിന്റെ യൂസസ് കുറച്ചുകൂടെ വൈഡർ റേഞ്ച് ആണ്. ലൈക്ക് ഇൻ മെഡിസിനിൽ, ബിവറേജസ് ആയിട്ട്, ഓയിൽ സീഡ്സിൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റേഷൻ ക്രോപ്സിന്റെ യൂസസ് വരുന്നുണ്ട്. ഫ്രൂട്ട് ക്രോപ്സിനെ കുറിച്ച് അതിന്റെ യൂസസ് പറയുവാണെങ്കിൽ മെയിൻലി ഇതൊരു പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. ഫ്രൂട്ട്സ് ആസ് വെൽ ആസ് വെജിറ്റബിൾസ് രണ്ടിനെയും നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ മേജറായിട്ട് മിനറൽസ്, വൈറ്റമിൻസ് പോലുള്ള കോമ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റം ആയിട്ടാണ് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് ഫ്രൂട്ട് ക്രോപ്സിന്റെ യൂസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ജനറൽ ഡിസ്ക്രിപ്ഷൻ, ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കാം. പ്ലാന്റേഷൻ ക്രോപ്സ് കോൺട്രിബ്യൂട്ട്സ് നിയർലി 5.8% ഓഫ് ടോട്ടൽ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ. അപ്പൊ ടോട്ടൽ ഹോർട്ടിക്കൾച്ചർ, അതായത് ഹോർട്ടി തന്നെ എന്തൊക്കെയുണ്ട്? ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ഫ്ലവർ ക്രോപ്സ് ഉണ്ട്, പിന്നെ മെഡിസിനൽ, അരോമാറ്റിക്, സ്പൈസസ്, പിന്നെ പ്ലാന്റേഷൻ. സോ ഇതിലെല്ലാം വരുമ്പോൾ പ്ലാന്റേഷന്റെ കോൺട്രിബ്യൂഷൻ ടു ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 5.8% ആണ്. പിന്നെ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയിൽ നമ്മുടെ പ്ലാന്റേഷൻ ക്രോപ്സിന്റെ കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി 2%. പിന്നെ കേരളത്തിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഷെയർ എന്ന് പറയുന്നത് മാക്സിമം ആണ്, 33.5% ആണ് കേരള കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്ലാന്റേഷൻ ക്രോപ്സിന്റെ ഒരു പ്രൊഡക്ഷൻ ഷെയർ പറയുന്നത്. ഇനി ഒരു ജനറൽ പ്രൊഡക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇൻ ടേംസ് ഓഫ്
എന്താണ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ വേൾഡ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ സ്റ്റാറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കോക്കനട്ടിൽ ഇന്ത്യ സ്റ്റാൻഡ്സ് തേർഡ് ആൻഡ് ദിസ് ഇസ് ആസ് പെർ 2021 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ്. 2021-22 ആ ഒരു അക്കാഡമിക് ആ ഒരു ഇയറിൽ ഉള്ള ഒരു സ്റ്റാറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കേരള സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ. അരക്കനട്ട് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ വേൾഡ് ആൻഡ് കേരള സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ നമ്മുടെ ഇന്ത്യയിൽ. അതുപോലെ റബ്ബർ ഇൻ ദ വേൾഡ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർത്ത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ കേരള സ്റ്റാൻഡ്സ് ഫസ്റ്റ് റബ്ബർ പ്രൊഡക്ഷനിൽ. കാഷ്യൂ തേർഡ്, ഇന്ത്യ തേർഡ് ആണ്. അതുപോലെ കേരള സ്റ്റാൻഡ്സ് ഫിഫ്ത്ത് പൊസിഷൻ. ടീ പ്രൊഡക്ഷനിൽ ഇന്ത്യ ഇസ് സെക്കൻഡ് ഇൻ ദ വേൾഡ്. അതുപോലെ കേരള സ്റ്റാൻഡ്സ് ഫോർത്ത് ആണ് ഇൻ പ്രൊഡക്ഷൻ. കോഫി സിക്സ്ത് പ്ലേസിലാണ് ഇന്ത്യ ഉള്ളത് ആൻഡ് കേരള സ്റ്റാൻഡ്സ് സെക്കൻഡ്. കൊക്കോയില് സെക്കൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നത് കേരളയാണ്. ഇതാണ് ഒരു ജനറൽ ഒരു പ്രൊഡക്ഷൻ ആസ്പെക്ട് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിന്റെ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ്. ഓരോ ക്രോപ്സ്, ഇപ്പം പ്ലാന്റേഷൻ ക്രോപ്സ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുന്നതുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിലെ ന്യൂട്രിയന്റ് കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോക്കനട്ട് എന്ന് പറയുമ്പോൾ അതിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതുപോലെ നമ്മുടെ ടെൻഡർ മീറ്റ്, നമ്മൾ ആ വൈറ്റ് പോർഷൻ, അപ്പൊ അതിനെ നമ്മൾ മീറ്റ് എന്ന് പറയും, വെറ്റ് മീറ്റ് എന്നൊക്കെ പറയും. അതിൽ മെയിൻ ആയിട്ടും മിനറൽസ് ആണ് ഉള്ളത്. ഇപ്പം ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് റിച്ച് ഇൻ മിനറൽസ്. മെയിൻ ആയിട്ടും പൊട്ടാഷ്യം ആണ്, അതല്ലാതെ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഉണ്ട് അതിൽ. പിന്നെ ഓയിൽ പാം പറ്റി പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് റിച്ച് ഇൻ കാലോറിഫിക് വാല്യൂ, കാലറീസ് കൂടുതലുള്ള ഒരു ക്രോപ്പാണ്, പ്ലാന്റേഷൻ ക്രോപ്പാണ് ഓയിൽ പാം. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ റിച്ച് ഇൻ വൈറ്റമിൻസ് എ ആൻഡ് ഇ. എയും ഇയും അടങ്ങിയിട്ടുള്ള ഒരു ക്രോപ്പാണ്, വൈറ്റമിൻ അടങ്ങിയിട്ടുള്ളതാണ് ഇത് ഓയിൽ പാം. പിന്നെ കാഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻ. 21% പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് 22% ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, 47% ഫാറ്റ്. പിന്നെ അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത് ഈ ഫാറ്റിൽ. അതുപോലെ അമിനോ ആസിഡ്സ് ഉണ്ട്, മിനറൽസ് ലൈക്ക് മാംഗനീസ്, പൊട്ടാഷ്യം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം, സിങ്ക്, അതുപോലെ വൈറ്റമിൻസ് ലൈക്ക് B1, B5, B6. പിന്നെ നമ്മുടെ കാഷ്യൂലുള്ള കാഷ്യൂ ആപ്പിൾ ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. അതുപോലെ കൊക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊക്കോ ബട്ടർ ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്. 37% ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, 7% ഓഫ് പ്രോട്ടീൻ ഉണ്ട് അതിൽ. പിന്നെ റബ്ബറിൽ DRC എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടന്റ്. ഡ്രൈ റബ്ബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലാറ്റക്സിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് റബ്ബർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഡ്രൈ റബ്ബർ കണ്ടന്റ്, DRC എന്ന് പറയുന്നത്. സോ റബ്ബറിൽ ഏകദേശം 32% ഓഫ് റബ്ബർ ആയിട്ട് തന്നെ ലാറ്റക്സിൽ 32% ഓഫ് റബ്ബർ ആണ് ഉള്ളത്. പിന്നെ പാൽമറയിൽ അതിന്റെ ഫ്രൂട്ട് ഇറ്റ് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫോസ്ഫറസ്, അയൺ, വൈറ്റമിൻ സി, റിബോഫ്ലാവിൻ, അതായത് നമ്മുടെ വൈറ്റമിൻ ബി ആണ്, ബി കോംപ്ലക്സ്. പിന്നെ അതുപോലെ നീര എന്ന് പറയുന്ന അൺഫെർമെന്റഡ് ആയിട്ടുള്ള സാപ്പാണ് ഈ നീര എന്ന് പറയുന്നത്. അതിൽ ഷുഗർ വരുന്നത് ഏകദേശം 12 to 16% ഓഫ് ഷുഗർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റിച്ച് ഇൻ വൈറ്റമിൻ ബി ആസ് വെൽ ആസ് വൈറ്റമിൻ സി. ഓക്കെ, ഇനി നമ്മൾ ഓരോ ക്രോപ്പിനെ കുറിച്ചായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. കോക്കനട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് സയന്റിഫിക്കലി നോൺ ആസ് കോക്കസ് ന്യൂസിഫെറ, ബിലോങ്ങിങ് ടു ദ ഫാമിലി പാൽമേലരിക്കേസി എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ഒരു ക്രോപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് കൽപ്പവൃക്ഷ എന്നും പറയാറുണ്ട് ഇതിനെ, കൽപ്പവൃക്ഷ. സോ ഇതിൽ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ മെയിൻ ആയിട്ടും ഇറ്റ് ഇസ് റിച്ച് ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ദാറ്റ് ഇസ് ലോറിക് ആസിഡ്. അപ്പം അതാണ് ഇറ്റ് ഇസ് റിച്ച് സോഴ്സ് ഓഫ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറിക് ആസിഡ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ആനുവൽ മീൻ ടെമ്പറേച്ചർ ഫോർ കോക്കനട്ട് കൾട്ടിവേഷൻ, ഇത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം. 27% ആണ് ഇതിന്റെ ആനുവൽ മീൻ ടെമ്പറേച്ചർ ഫോർ കോക്കനട്ട് കൾട്ടിവേഷൻ വിത്ത് ഡയോർണൽ വേരിയേഷൻ ഓഫ് 5 to 7 ഡിഗ്രി. 7 ഡിഗ്രി ആണ് ഇതിന്റെ ഡയോർണൽ വേരിയേഷൻ. അപ്പൊ മീൻ ക്വസ്റ്റ്യൻ വരുന്നത് ഇതായിരിക്കും, മീൻ ആനുവൽ ടെമ്പറേച്ചർ എത്രയാണ് കോക്കനട്ട് കൾട്ടിവേഷൻ? 27, യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ അതുപോലെ തന്നെ വാട്ടർ റിക്വയർമെന്റ് ഫോർ ആൻ അഡൾട്ട് കോക്കനട്ട് പാം പെർ ഡേ ഏകദേശം 40 to 50 ലിറ്റേഴ്സ് വെള്ളം ആവശ്യമുണ്ട് ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു കോക്കനട്ട് പാമ്പിന്. പിന്നെ ഇതിന്റെ ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് സ്പാഡിക്സ്, ലൈക്ക് ബനാന. ഇതൊരു മോണോക്കോട്ടാണ്, മോണോക്കോട്ടിലിഡനായിട്ടുള്ള അതിൽ വരുന്ന ഒരു
ക്രോപ്പാണ് കോക്കനട്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ മദർ പാം സെലക്ഷൻ. മദർ പാം സെലക്ഷനിലുള്ള ചില ക്രൈറ്റീരിയാസ് ആണ് ഈ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ POP-യിൽ പറഞ്ഞിട്ടുണ്ട് ഇത്. ഒരു മദർ പാം സെലക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാമിന്റെ പെർ ഇയർ ഈൽഡ് ഏകദേശം മോർ ദാൻ 80 നട്ട്സ് ഈൽഡ് ചെയ്യുന്ന ഒരു പാം ആയിരിക്കണം നമ്മൾ മദർ പാം ആയിട്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാം. പിന്നെ അതിന്റെ ഒരു വയസ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏജ് ഓഫ് ദി മദർ പാം ഷുഡ് ബി greater than 20 years old and it should have more than 30 fully opened leaves. ഹസ്ക് നട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 600 gram ആയിരിക്കണം. അതുപോലെ മീൻ കൊപ്ര കണ്ടന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 150 gram. സോ ഇതെല്ലാം നമ്മൾ ഈ റെഡ് മാർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ആയിരിക്കും ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത്. ഹസ്ക് നട്ടിന്റെ വെയിറ്റ് എത്രയാണ്, ഒരു മദർ പാം സെലക്ഷനിൽ ക്രൈറ്റീരിയ ആണ് ഇതൊക്കെ. മോർ ദാൻ 600 gram ആയിരിക്കണം ഹസ്ക് നട്ടിന്റെ വെയിറ്റ്. മീൻ കൊപ്ര കണ്ടന്റ് ഷുഡ് ബി മോർ ദാൻ 150 gram. സോ ഇതെല്ലാം ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് സീഡ്. നമ്മൾ പ്രൊപ്പഗേഷൻ ഈസ് ബൈ സീഡ് ആണ്. അപ്പൊ സീഡ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് സീഡിനെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 11 month ഓൾഡ് ആയിട്ടുള്ളതായിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഫോർ മിനിമം 60 days. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ഇനി സീഡ്ലിങ്ങിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രായമാണ് 9 to 12 month ഓൾഡ് ആയിട്ടുള്ള സീഡ്ലിങ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ആ ഒരു 9 to 12 month ഓൾഡ് സീഡ്ലിങ്ങിന് ഏകദേശം 6 to 8 leaves ഓളം ഉണ്ടാവണം. 6 to 8 leaves ഉള്ള പ്ലാന്റിന് സീഡ്ലിങ്ങിനെയാണ് നമ്മൾ സീഡ്ലിംഗ് സെലക്ഷൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു കോളർ ഗ്രിത്ത്, അതിന്റെ ഒരു ഡയാമീറ്റർ, കോളർ ഭാഗം, ആ റീജിയനിലുള്ള ഡയമീറ്റർ ഏകദേശം 10 to 12 centimeter ഡയമീറ്റർ ആയിരിക്കണം. പിന്നെ ഏർലി ലീഫ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്ന സീഡ്ലിങ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ വരുന്നത് ഇനിയിപ്പോൾ സീഡ്ലിങ്സിനെല്ലാം സെലക്ട് ചെയ്തു, നമ്മൾ ഇതിന് പ്ലാന്റിങ് ചെയ്യുന്നതിന് മുന്നേ പിറ്റ് സൈസിനെ കുറിച്ച് നോക്കണം. ഇതും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സോയിലിൽ പിറ്റ് സൈസ് വേരി ആവുന്നുണ്ട്. ലോമി സോയിലാണെങ്കിൽ 1 into 1 meter cube ആണ് ഇതിന്റെ ഒരു പിറ്റ് സൈസ് പറയുന്നത്. പിന്നെ ലാറ്ററൈറ്റ് സോയിൽസിലാണെങ്കിൽ 1.2 meter cube ആണ്. ഇനി സാൻഡി സോയിലാണെങ്കിൽ 0.75 meter cube ആണ് ഇതിന്റെ പിറ്റ് സൈസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. പിന്നെ വരുന്ന ചില പോയിന്റ്സ് ആണ് റിക്കവറി പെർസെൻറ്റേജ് ഓഫ് ക്വാളിറ്റി സീഡ്ലിംഗ് ഇൻ കോക്കനട്ട് നഴ്സറി. അപ്പോൾ നമ്മൾ അതായത് നമ്മൾ 100 എണ്ണം നട്ട് കഴിഞ്ഞാലും എത്ര എണ്ണം നമുക്ക് റിക്കവറി, എത്ര സർവൈവൽ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഒരു കോക്കനട്ട് നഴ്സറി. അപ്പം 60 to 65% മാത്രമാണ് നമ്മുടെ സർവൈവൽ റേറ്റ് വരുന്നത് ഒരു ക്വാളിറ്റി സീഡ്ലിംഗ് ഇൻ കോക്കനട്ട് നഴ്സറി. പിന്നെ നോർമലി നമ്മൾ പറഞ്ഞു സീഡ് പ്രൊപ്പഗേറ്റഡ് ആണ്. അപ്പോൾ ഇതിനൊരു പ്രിഫേർഡ് പ്ലാന്റിംഗ് മെത്തേഡ് ഉണ്ട്. അതായത് വെർട്ടിക്കൽ പ്ലാന്റിംഗ് ആണ്. നമ്മൾ വെർട്ടിക്കൽ രീതിയിൽ, വെർട്ടിക്കൽ പൊസിഷനിൽ വേണം സീഡിനെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാൻ. സോ ഇതാണ് ഇതിന്റെ പ്ലാന്റിംഗ് മെത്തേഡ്. അപ്പോൾ ഏത് മെത്തേഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലാന്റിംഗ് മെത്തേഡിലാണ് സീഡിനെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള പോയിന്റ് ആണ് സ്പേസിങ്. കോക്കനട്ടിൽ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ അണ്ടർ ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ്. സോ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ട്രയാങ്കുലർ മെത്തേഡിലാണ് നമ്മൾ കോക്കനട്ട് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്പേസിംഗ് ആണ് 7.6 by 7.6 meter square. 7.6 7.6 അതാണ് ഇതിന്റെ സ്പേസിംഗ് വരുന്നത്. ഏകദേശം പെർ ഹെക്ടർ എത്ര പ്ലാന്റ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഓർത്തിരിക്കണം. 198 plants per hectare ആണ് ഇതിന്റെ പ്ലാന്റ് പോപ്പുലേഷൻ വരുന്നത്, അതായത് ട്രയാങ്കുലർ സിസ്റ്റത്തിൽ. ഇനി സ്ക്വയർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ് ആണെങ്കിൽ നമുക്ക് 7.6 to 9 meter വരെ നമുക്ക് പ്ലാന്റ് സ്പേസിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പെർ ഹെക്ടർ പ്ലാന്റ് പോപ്പുലേഷൻ വരുന്നത് 170. അതായത് 170 എന്ന് പറയുന്നത് ഈ 7.6 അതിൻ്റെ ഒരു ആവറേജ് ആണ് പറയുന്നത്. അതായത് 9 meter വരെ ആണെങ്കിൽ നമുക്കറിയാം സ്പേസിംഗ് കുറയുന്നതിനനുസരിച്ച് പ്ലാന്റ് പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ് പോപ്പുലേഷൻ പെർ ഹെക്ടർ അക്കോമഡേറ്റ് ചെയ്യുന്ന കൂടുക ചെയ്യും. നമുക്ക് ഹൈ ഡെൻസിറ്റി ഒക്കെ നമ്മൾ അറിയില്ല. അപ്പം ഹൈ ഡെൻസിറ്റിയിൽ എങ്ങനെയാണ് പ്ലാന്റ് സ്പേസിംഗ് കുറയുന്നതിനനുസരിച്ച് പെർ ഹെക്ടർ പെർ യൂണിറ്റ് ഏരിയയിൽ പ്ലാന്റിന്റെ നമ്പർ കൂടും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ 170 to 120 എന്ന് പറയുന്നത്. 120 plants per hectare. ഓക്കെ. പിന്നെ അണ്ടർ സിംഗിൾ ഹെഡ്ജ് സിസ്റ്റം പ്ലാന്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ 5 meter in the rows and 9 meter between the rows. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 5 ബിറ്റ്വീൻ റോസിലാണ്. ഇൻ ദ റോസ് അതായത്
ഇവിടെ ഇൻ ദ റോസ്, ഈ ഒരു റോയും തമ്മിൽ ഇപ്പൊ ഇവിടെ 4 പ്ലാന്റ്സ് ഉണ്ട്. അതല്ലാതെ ഇതിന്റെ അടുത്ത് ഇവിടുന്ന് ഇവിടെ 4 അപ്പം 2 റോയും തമ്മിൽ 5 ആണ് പറയുന്നത്. ബിറ്റ്വീൻ ദ റോസ്, അതായത് ഈ റോയിൽ നിന്ന് ഇപ്പുറത്തെ അടുത്ത പ്ലാന്റിലേക്ക് പറയുന്ന ഡിസ്റ്റൻസ് ആണ് 9 മീറ്റർ. സോ 5 meter in the rows and 9 meter between the rows. അപ്പൊ നമുക്ക് പെർ ഹെക്ടറിൽ നമുക്ക് 220 പ്ലാന്റ്സ് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിംഗിൾ ഹെഡ്ജ് പ്ലാന്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി ഡബിൾ ഹെഡ്ജിലാണെങ്കിൽ ഡബിൾ ഹെഡ്ജസ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഹെഡ്ജ്, ഇവിടെ ഒരു റോ, പിന്നെ അടുത്ത് ഇതുപോലെ. മറ്റേത് ഒരു എച്ച് ഷേപ്പ് മാത്രമാണ് ഒരു സിംഗിൾ ഹെഡ്ജിൽ വരുമ്പോൾ. ഡബിൾ ഹെഡ്ജ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ 2 എണ്ണം. അപ്പൊ ഇവിടെ 5 മീറ്റർ ബിറ്റ്വീൻ, നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇവിടെയും 5 മീറ്റർ, ഇവിടെ 5 മീറ്റർ ആൻഡ് ബിറ്റ്വീൻ പെയർ ഓഫ് റോസ്. അതായത് ഇവിടെ ഒരു പെയർ ഉണ്ട്, ഇവിടെ ഒരു റോ ഉണ്ട്, ഇവിടെ ഒരു റോ ഉണ്ട്. അപ്പൊ ഈ 2 പെയർ ഓഫ് റോസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ. ബിക്കോസ് ഇത് ഡബിൾ ഹെഡ്ജ് പ്ലാന്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ 5 മീറ്റർ എപ്പോഴും ഹെഡ്ജ്, സിംഗിൾ ഹെഡ്ജ് ആവട്ടെ ഡബിൾ ഹെഡ്ജ് ആവട്ടെ, ഇൻ ദ റോസ് 5 മീറ്റർ ആയിരിക്കും. പിന്നെ ബിറ്റ്വീൻ ദ റോസ് 9 മീറ്റർ ആണ് സിംഗിൾ ഹെഡ്ജില്. ഡബിൾ ഹെഡ്ജിൽ ബിറ്റ്വീൻ ദ പെയർ ഓഫ് റോസ് 9 മീറ്റർ ആണ്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഈ പിക്ചർ നിങ്ങൾ എന്തായാലും സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഡബിൾ ഹെഡ്ജ് പ്ലാന്റിംഗ് സിസ്റ്റത്തിൽ എത്ര പ്ലാന്റ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം വരുവാണെങ്കിൽ 280 പ്ലാന്റ്സ് ആണ് ഇതിന്റെ ആൻസർ. സോ ഇത് നമുക്കൊരു PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് കോക്കനട്ട് പാംസ് അക്കോമഡേറ്റഡ് ഇൻ 1 hectare ഇൻ സിംഗിൾ ഹെഡ്ജ് പ്ലാന്റിംഗ്. അപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കിയതേ ഉള്ളൂ. 220 ആണ് സിംഗിൾ ഹെഡ്ജ് പ്ലാന്റിംഗ് സിസ്റ്റത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ പ്ലാന്റിംഗ് സിസ്റ്റം കോക്കനട്ടിൽ എന്തൊക്കെ പ്ലാന്റിംഗ്, ഇപ്പം ട്രയാങ്കുലറിൽ നമ്മൾ നോക്കിയത് എത്രയായിരുന്നു? 198 ആണ്. ഇനി സ്ക്വയർ സിസ്റ്റത്തിലാണെങ്കിൽ 170 ആണ്. സിംഗിൾ ഹെഡ്ജിൽ 220യും ഡബിൾ ഹെഡ്ജിൽ 280യും ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, സ്പേസിംഗ് എല്ലാം. ഇനി വരുന്നത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. ഇതും നമ്മുടെ POPയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആവറേജ് മാനേജ്മെന്റിൽ വളർത്തുന്ന ഒരു പാം ആണെങ്കിൽ കോക്കനട്ട് പാമിന്റെ ജനറൽ റെക്കമെൻഡേഷൻ ആണ് ഈ 340 grams of nitrogen, 170 grams of P2O5 and 680 grams of K2O per palm per year ആണ് ഇതിന്റെ ഒരു ഇത്. പിന്നെ വരുന്നത് പിന്നെന്താണ് ജനറൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് അണ്ടർ ഗുഡ് മാനേജ്മെന്റ്. ഒരു ആവറേജ് മാനേജ്മെന്റിലും ഗുഡ് മാനേജ്മെന്റ് അത് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ ഒരു 500 grams of nitrogen, 320 grams of P2O5 and 1200 grams of K2O per palm per year ആണ് ഇതിന്റെ ഒരു റെക്കമെൻഡേഷൻ പറയുന്നത് അണ്ടർ ഗുഡ് മാനേജ്മെന്റ്. ഇതിപ്പോ അങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, മേ ബി ചോദിക്കാം. അപ്പോൾ ഓർമ്മിച്ചിരിക്കണം. പിന്നെ അതുപോലെ ഒരു കോക്കനട്ട് ഹൈബ്രിഡ്സിനാണ്, കോക്കനട്ട് ഹൈബ്രിഡ്സ് ആൻഡ് ഹൈ ഈൽഡിംഗ് പാംസ് അണ്ടർ റെയിൻഫെഡ് കണ്ടീഷനിൽ റെക്കമെൻഡേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് അഗൈൻ 500 grams, 320 grams of P2O5 and 1200. അതാണ്, അതായത് ഈ ഗുഡ് മാനേജ്മെന്റിലുള്ള അതുപോലെ തന്നെയാണ് ഒരു കോക്കനട്ട് ഹൈബ്രിഡ്സിലുള്ള റെക്കമെൻഡേഷനും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് അണ്ടർ റെയിൻഫെഡ് കണ്ടീഷൻ ആണ്. ഇനി ഇറിഗേറ്റഡ് കണ്ടീഷൻസിലുള്ള കോക്കനട്ട് ഹൈബ്രിഡ്സിനും ഹൈ ഈൽഡിംഗ് പാംസിനുള്ള റെക്കമെൻഡേഷൻ ആണ് ഈ 1000 grams of nitrogen, അല്ല 1 kg nitrogen, 500 grams of P2O5 and 2 kg of K2O per palm per year. പിന്നെ അതുപോലെ റെഡ് ലോമി സോയിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. റിക്ലെയിംഡ് ക്ലേ സോയിലുള്ള റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് പ്ലാന്റേഷൻ ക്രോപ്പ് ഇൻ വിച്ച് ഹസ്ക് ബറിയൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് ക്രോപ്പിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോക്കനട്ടിലാണ്. ഹസ്ക് ബറിയൽ മാനേജ്മെന്റ് ആക്ച്വലി അതൊരു വാട്ടർ സേവിങ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഡ്രൗട്ട് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഡ്രൗട്ട് വരൾച്ചയുള്ള സമയത്ത് നമ്മൾ ഈ ഹസ്കിനെ ബറി ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ POP പറയുന്നുണ്ട് 5 to 7 years വരെ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഡ്രൗട്ട് മാനേജ്മെന്റ് ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആണ് ഹസ്ക് ബറിയൽ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും ചെയ്യുന്നത് കോക്കനട്ടിലാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് അതിന്റെ വെറൈറ്റീസ് ആണ്. കോക്കനട്ടിലുള്ള വെറൈറ്റീസിനെ കുറിച്ച് നമുക്ക് എല്ലാവരും ഡ്വാർഫ് വെറൈറ്റീസ് ഉണ്ട്, ടോൾ വെറൈറ്റീസ് ഉണ്ട്, ഇനി സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് നോക്കാം. ടോൾ വെറൈറ്റീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഉണ്ട്, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, പിന്നെ ലക്ഷദ്വീപ് ഓർഡിനറി, അതിന്റെ വേറൊരു പേരാണ് ചന്ദ്രകൽപ്പ.
പിന്നെ ലക്ഷദ്വീപ് മൈക്രോ, ഫിലിപ്പൈൻസ് ഓർഡിനറി അതർവൈസ് നോൺ ആസ് കേരചന്ദ്ര, ഫിലിപ്പൈൻസ് ടോൾ, ചന്ദ്രധാര, അസാം ടോൾ, കാംരൂപ, ആൻഡമാൻ ഓർഡിനറി, ആൻഡമാൻ ടോൾ, കൽപ്പ പ്രദീപ, കൽപ്പധനു, കൽപ്പമിത്ര, കൽപ്പതരു, കേരളം, കൽപ്പഹരിത, കൽപ്പശതാബ്ദി, കൽപ്പരത്ന, കൽപ്പവജ്ര. ഇതെല്ലാം ടോൾ വെറൈറ്റീസിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഇതില് കുറെയൊക്കെ കൊടുത്തിട്ടില്ല POP-യില്, വജ്ര, രത്ന, ശതാബ്ദി എന്നൊന്നും കൊടുത്തിട്ടില്ല. കേരളം ഇതെല്ലാം ടോൾ വെറൈറ്റീസിൽ വരുന്നതാണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി സെമി ടോളിൽ വരുന്നതാണ് കോമാടൻ, ഗംഗാബന്ധം, കൽപ്പരക്ഷ. കൽപ്പരക്ഷ ഇസ് എ സെമി ടോൾ വെറൈറ്റി ആണ് വിച്ച് ഇസ് റിലീസ്ഡ് ഫ്രം CPCRIന്റെ റീജിയണൽ സ്റ്റേഷൻ ലൊക്കേറ്റഡ് അറ്റ് കായംകുളം. അവിടുന്ന് റിലീസ് ചെയ്ത വെറൈറ്റിയാണ് കൽപ്പരക്ഷ. ഇറ്റ്സ് എ സെമി ടോൾ വെറൈറ്റി. പിന്നെ ഡ്വാർഫ് വെറൈറ്റിയിൽ നമുക്കറിയാം ചൗഗഡ്, ഓറഞ്ച് ഡ്വാർഫ്, പിന്നെ അതേപോലെ ഗ്രീൻ ഡ്വാർഫ് ഉണ്ട്, മലയൻ യെല്ലോ ഡ്വാർഫ്, മലയൻ ഗ്രീൻ ഡ്വാർഫ്. ഈ പേരുകളുണ്ട്. ഗൗരികത്രം അല്ലെ ചെന്തെങ്ങ് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സിനോണിംസ് ആണ്. പിന്നെ കൽപ്പസൂര്യ ഇറ്റ് ഇസ് എ സെലക്ഷൻ ഫ്രം COD. അതുപോലെ കൽപ്പശ്രീ ഫ്രം ഗ്രീൻ ഡ്വാർഫും, പിന്നെ കൽപ്പജ്യോതി ഫ്രം മലയൻ യെല്ലോ ഡ്വാർഫ്. ഇതെല്ലാം സെലക്ഷൻസ് ആണ്, പക്ഷെ ഇതെല്ലാം ഡ്വാർഫ് ആണെന്നും ഓർത്തിരിക്കുക. കൽപ്പസൂര്യ, കൽപ്പശ്രീ, കൽപ്പജ്യോതി. പിന്നെ നോക്കാനുള്ളത് ഹൈബ്രിഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പാരന്റേജ് എന്തൊക്കെയാന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ KU റിലീസ് ചെയ്ത KU സ്റ്റേഷൻസിൽ നിന്ന് റിലീസ് ചെയ്ത ചില ഹൈബ്രിഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ലക്ഷഗംഗ വിച്ച് ഇസ് എ ക്രോസ് ബിറ്റ്വീൻ ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ഗംഗാബന്ധം. അനന്തഗംഗ, ആൻഡമാൻ ഓർഡിനറി ഗംഗ ഇൻ ക്രോസ്ഡ് വിത്ത് ഗംഗാബന്ധം. കേരഗംഗ, കേര എന്ന് ക്രോസ് ചെയ്യുന്നതെല്ലാം കേര എന്നുള്ള വെറൈറ്റീസിന്റെ ഫീമെയിൽ പാരന്റ്, അതായത് ഫസ്റ്റ് പാരന്റ് എപ്പോഴും ഫീമെയിൽ ആണ്. ഫീമെയിൽ പാരന്റ് എപ്പോഴും കേര എന്ന് തുടങ്ങുന്നതാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റോൾ ആണ്. കേര ഗംഗ വെസ്റ്റ് കോസ്റ്റോൾ ഇൻറ്റു ഗംഗാബന്ധം. കേരശ്രീ വെസ്റ്റ് കോസ്റ്റോൾ ഇൻറ്റു മലയൻ യെല്ലോ ഡ്വാർഫ്. കേര സൗഭാഗ്യ വെസ്റ്റ് കോസ്റ്റോൾ ഇൻറ്റു ഇത് സ്ട്രെയിറ്റ് ആപ്രിക്കോട്ട് ടോൾ എന്നാണ്. സ്ട്രെയിറ്റ് സെറ്റിൽമെന്റ് ആപ്രിക്കോട്ട് ടോൾ, അതാണ് ഇതിന്റെ എക്സ്പാൻഷൻ SSAT. പിന്നെ TNA ഒന്ന് റിലീസ് ചെയ്തിട്ടുള്ളതാണ് VHC എന്ന് പറയുന്നത് വേപ്പംകുളം ഹൈബ്രിഡ് കോമ്പിനേഷൻ 1, VHC 1, 2 and 3. ഇത് ഈസ്റ്റ് കോസ്റ്റോൾ എന്നാണ്, ECT ഈസ്റ്റ് കോസ്റ്റോൾ. അപ്പൊ ഇതൊക്കെ TNA ഒന്ന് റിലീസ് ചെയ്തതാണ്. അവരുടെ സ്റ്റേഷൻ TNA കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് ആലിയാർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത്. സോ അവിടെ നിന്ന് റിലീസ് ചെയ്ത വെറൈറ്റി ഹൈബ്രിഡ്സുകളാണ് ഈ VHC 1, 2 and 3. പിന്നെ നമ്മുടെ CPCRI കാസർഗോഡ് നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ചില ഹൈബ്രിഡ്സ് ആണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻറ്റു CGD, ഇതാണ് ഫസ്റ്റ് കോക്കനട്ട് ഹൈബ്രിഡ് 1934-ലാണ്. ഈ ഒരു ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാം ആദ്യം തുടങ്ങുന്നത് ഡ്വാർഫ് ഇൻറ്റു ടോൾ എന്ന് പറഞ്ഞിട്ടാണ്. T ഇൻറ്റു D, ദറ്റ് ഇസ് D ഇൻറ്റു T, ഡ്വാർഫ് ഇൻറ്റു ടോൾ. അത് അങ്ങനെയാണ് ആദ്യം ഹൈബ്രിഡൈസേഷൻ തുടങ്ങുന്നത് തന്നെ. 1932-ലാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിലും ഫസ്റ്റ് കോക്കനട്ട് ഹൈബ്രിഡ് വരുന്നത് 1934-ലാണ്. പക്ഷെ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ആയിട്ട് ഫസ്റ്റ് ഡ്വാർഫ് ഇൻറ്റു ടോൾ ഹൈബ്രിഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ വന്നത് 1985-ലാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, 1985 ഫോർ ദറ്റ് ഈസ് ഡ്വാർഫ് ഇൻറ്റു ടോൾ ഹൈബ്രിഡ്. അതാണ് നമ്മുടെ ചന്ദ്രശങ്കര വിച്ച് ഇസ് എ ക്രോസ് ബിറ്റ്വീൻ ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റോൾ. പിന്നെ വരുന്നത് പിന്നെ അവിടുന്ന് CPCRI റിലീസ് ചെയ്തിട്ടുള്ള വേറെ ഹൈബ്രിഡ്സ് ആണ് കൽപ്പശങ്കരയും കേരശങ്കര. കേര എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റോൾ ആണ് പാരന്റേജ്, ഫീമെയിൽ പാരന്റ് വരുന്നത്. പിന്നെ കൽപ്പസമൃദ്ധി ഇസ് ഓൾസോ റിലീസ് ഫ്രം CPCRI. പിന്നെ കൽപ്പശ്രേഷ്ഠ, പിന്നെ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടോൾ ഇൻറ്റു ഡ്വാർഫ് ഹൈബ്രിഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. പിന്നെ അതല്ലാതെ KKV ദാപ്പോളി എന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് കൊങ്കൺ ബാട്ടിയ കോക്കനട്ട് ഹൈബ്രിഡ് 1. പിന്നെ ഗോദാവരി ഗംഗ, ഇതൊക്കെ വേറെ ഹൈബ്രിഡ്സ് ആണ്. പിന്നെ അതുപോലെ KU റിലീസ് ചെയ്ത ഒരു ന്യൂ വെറൈറ്റി ആണ് കേരസുലഭ വിച്ച് ഇസ് എ സെലക്ഷൻ ഫ്രം ഫിലിപ്പൈൻസ് ലോനോ സെലക്ഷൻ ആണ്. ഇറ്റ് ഹാസ് ലാർജ് ബോൾഡ് നട്ട്സ്, പിന്നെ ജനറൽ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൂട്ടബിൾ ടു ലാറ്ററൈറ്റ് സോയിൽ. കേരസുലഭ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടതിന്റെ ഓരോ ഹൈബ്രിഡ്സും
വെറൈറ്റീസ് എല്ലാം കണ്ടു. അപ്പോൾ ഓരോന്നിൻ്റെയും മെയിനായിട്ട് നമ്മളിപ്പോൾ റൂട്ട് വിൽറ്റ് ഏരിയാസിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ചില വെറൈറ്റീസ് ആൻഡ് ഹൈബ്രിഡ്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. റൂട്ട് വിൽറ്റ് ഏരിയാസിൽ പറ്റുന്നതാണ് കൽപ്പശ്രീ, കൽപ്പരക്ഷ, കൽപ്പശങ്കര, ചന്ദ്രശങ്കര. ഇതെല്ലാം റൂട്ട് വിൽറ്റ് ഏരിയാസിന് റൂട്ട് വിൽറ്റ് പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആൻഡ് ഹൈബ്രിഡ്സ് ആണ്. ഇനി ഡ്രൗട്ട് പ്രോൺ ഏരിയാസിൽ കൽപ്പധനു, കൽപ്പമിത്ര, കൽപ്പധരു, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രകൽപ്പ ഇതെല്ലാം ഡ്രൗട്ട് പ്രോൺ ഏരിയാസിന് ടെൻഡർ കോക്കനട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില വെറൈറ്റീസ് ആണ്. കൽപ്പസൂര്യ, കൽപ്പരക്ഷ, കൽപ്പജ്യോതി. ഇത് മൂന്നും എന്താണ് ഡ്വാർഫ് വെറൈറ്റീസ് ആണ് ഓഫ് കോക്കനട്ട്. പിന്നെ കേരമധുര വിച്ച് ഇസ് എ സെലക്ഷൻ ഫ്രം മലയൻ ഗ്രീൻ ഡ്വാർഫ്. ചന്ദ്രശങ്കര, പിന്നെ ചന്ദ്രശങ്കര ഓൾസോ ഫോർ റൂട്ട് വിൽറ്റിനാണ്. പിന്നെ കൽപ്പശ്രേഷ്ഠ, കൽപ്പസമൃദ്ധി, നീര പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചന്ദ്രകൽപ്പ, കേരളം. ഡുവൽ പർപ്പസിന്, അതായത് ടെൻഡർ കോക്കനട്ടും കൊപ്രയ്ക്കും വേണ്ടിയിട്ട് രണ്ടിനും പറ്റുന്ന ഡുവൽ പർപ്പസ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കൽപ്പപ്രദീപയും കൽപ്പശതാബ്ദി, കേരമധുര. പിന്നെ ഫ്രീ ഫ്രം നമ്മുടെ എരിയോഫിഡ് മൈറ്റ് ഇൻഫെസ്റ്റേഷനിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്, അതാണ് കൽപ്പ ഹരിത. ഓക്കെ, പിന്നെ ഉള്ളത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് കൾട്ടിവാർ വിച്ച് പ്രൊഡ്യൂസസ് അൺബ്രാഞ്ച്ഡ് ഇൻഫ്ലോറസൻസ്. അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ്, അതായത് നമ്മുടെ സ്പാഡിക്സ് ബ്രാഞ്ച്ഡ് ആയിരിക്കില്ല. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് റെയർലി 1 or 2 സ്പൈക്ലേറ്റ്സ്. അപ്പം അൺബ്രാഞ്ച് ആയിട്ടുള്ള സ്പാഡിക്സ് ഉള്ള ഒരു കോക്കനട്ട് കൾട്ടിവാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സ്പൈക്കേറ്റ. പിന്നെ ലാർജസ്റ്റ് കോക്കനട്ട് പ്രൊഡ്യൂസിങ് കൾട്ടിവാർ, ഏറ്റവും വലിയ നട്ട്സ് ആണ് അതിലുള്ള, അതായത് വലിയ കോക്കനട്ട് നട്ടായിരിക്കും. ഒരുപാട് എന്താണ് അതിൻ്റെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, അതിൽ വാട്ടർ കണ്ടന്റും കൂടുതലാണ്, സൈസും കൂടുതലാണ്. അത് ഏത് കൾട്ടിവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്രോമന് ആക്ച്വലി ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫിലിപ്പൈൻ സ്റ്റോൾ എന്നും പറയും സാൻഡ്രോമൻ. പിന്നെ ബേബി കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി കൂടെ ഉണ്ട്, അതിന് കൊക്കോനിനോ ബേബി കോക്കനട്ട് എന്നറിയപ്പെടുന്നത്, അതായത് ചെറിയ സൈസ് ബേബി സൈസിലുള്ളത് കൊക്കോനിനോ ആണ് ആ കൾട്ടിവാറിന്റെ പേര്. പിന്നെ കോക്കനട്ടിൽ ഒരു മ്യൂട്ടന്റ് ഫോം ഉണ്ട്, അതാണ് മാക്കോപുനോ എന്ന് പറഞ്ഞ ഈ പിക്ചറിൽ കാണുന്നത്. പിന്നെ കോക്കനട്ട് കൾട്ടിവാർ വിച്ച് ഇസ് നേറ്റീവ് ടു തൃശൂർ ഡിസ്ട്രിക്ട് ഓഫ് കേരള, കപ്പടം. പിന്നെ സെൻട്രൽ ട്രവങ്കൂറിൽ പോപ്പുലർ ആയിട്ടുള്ള കോക്കനട്ട് കൾട്ടിവാർ ആണ് കോമാഡൻ. ആൻഡ് ദ കോക്കനട്ട് കൾട്ടിവാർ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ബോൾ കോപ്ര പ്രൊഡക്ഷൻ ആണ് ലക്ഷദ്വീപ് മൈക്രോ. സോ ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കൾട്ടിവാറിന് ഇതിന് വേറെ പേരുകൾ കൂടിയുണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറിക്ക് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ചന്ദ്രകൽപ്പ. സോ ഇത് നിങ്ങൾക്ക് ഞാൻ പഠിച്ച ഒരു രീതി എന്ന് പറഞ്ഞത് ലക്ഷദ്വീപ് ഓർഡിനറി LO, അതുപോലെ CK ലോക്ക് എന്ന് പഠിക്കുക. നിങ്ങൾ ഒരു കോഡ് വെച്ച് പഠിക്കുക, അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ലക്ഷദ്വീപ് ഓർഡിനറി, ചന്ദ്രകൽപ്പ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ചിലപ്പം ഇതും നമുക്ക് പറയാൻ പറ്റില്ല, മേ ബി ഇതൊക്കെ ചോദിക്കാം എക്സാമില്. അതുപോലെ ഫിലിപ്പൈൻസ് ഓർഡിനറി ഇസ് ഓൾസോ നോൺ ആസ് കേരചന്ദ്ര. അപ്പൊ ഇതൊക്കെ ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഓർമ്മിക്കാൻ വേണ്ടി. പിന്നെ നേരത്തെ നമ്മൾ ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫിന് വേറൊരു പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഗൗരി ഗോത്രം, ചെന്തെങ്ങ് എന്നൊക്കെ പറയുന്ന എല്ലാം COD ആണ്. പിന്നെ ബനാവലി ഗ്രീൻ റൗണ്ട് അല്ലെങ്കിൽ ബെനോലിൻ എന്ന് പറയുന്ന ഈ ഒരു കൾട്ടിവാർ വിച്ച് വാസ് റിലീസ്ഡ് ആസ് പ്രതാപ് എന്ന് പറഞ്ഞിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ KU എന്ന് റിലീസ് ചെയ്തിട്ടുള്ള ചില വെറൈറ്റീസ് ത്രൂ സെലക്ഷൻ, അതായത് സെലക്ഷൻ വഴി റിലീസ് ആയിട്ടുള്ള കോക്കനട്ട് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. കേരസാഗര, കേരമധുര, കേരസുലഭ. ഇറ്റ് ഇസ് എ റീസെന്റ് വെറൈറ്റി. നേരത്തെ നമ്മൾ നോക്കി, ഇറ്റ് ഇസ് എ സെലക്ഷൻ ഫ്രം ഫിലിപ്പൈൻസ് ലോനോ. യെസ്, ഇവിടെ ഉണ്ട് കേരസുലഭ, റീസെന്റ് റിലീസ് കോക്കനട്ട് വെറൈറ്റി ഫ്രം KU വിച്ച് ഇസ് എ സെലക്ഷൻ ഫ്രം ഫിലിപ്പൈൻസ് ലോനോ. അതുപോലെ കേരസാഗര ഇസ് എ സെലക്ഷൻ ഫ്രം സീജിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെലക്ഷനിൽ നിന്നാണ് കേരസാഗര വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പെസ്റ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, ബട്ട് ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. റൈനോസറസ് ബീറ്റിൽ നമുക്കറിയാം മേജർ പെസ്റ്റ് ആണ്, ഒറസിറ്റസ് റൈനോസറസ്. ഇതിന്റെ സയന്റിഫിക് നെയിം ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള സിംറ്റം എങ്ങനെയാണ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ എങ്കിലും അറിഞ്ഞിരിക്കുക. മീൻസ് അതിന്റെ ഒരു അത് കോസ് ചെയ്യുന്ന ഡാമേജ് ഏത് തരത്തിലാണ്. അപ്പം നമുക്കറിയാം അതൊരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ കട്ട്സ് ആണ് ലീഫിൽ കാണിക്കുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അത് റൈനോസറസ് ബീറ്റിലിന്റെ ഇൻഫെസ്റ്റേഷൻ ആണെന്ന്. സോ പ്രിവെൻഷന് വേണ്ടി ഫംഗൽ ബയോ ഏജന്റ് ആയിട്ട് മെറ്റാറൈസിയം അനിസോഫിലെ
വിച്ച് ഈസ് നത്തിങ് ബട്ട് ദി ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. മെറ്റാറേസിയം അനിസോപ്ലി ആണ് നമ്മൾ ബയോ ഏജന്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ വൈറസ് മോഡ് ഏതാണ്? ഇതിപ്പോൾ ഫംഗൽ ബയോ ഏജന്റ് പോലെ വൈറൽ ബയോ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയോ വൈറസ് കൊറൈസിറ്റസ് ആണ്. ഫെറമോൺ ട്രാപ്പ് റൈനോലൂർ. അതുപോലെ റെഡ് പാം വീവിൽ റിംഗോഫോറസ് ഫെരുജീനിയസ്. ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ഓഫ് ദി ലീഫ് ബേസ് ആൻഡ് വിൽറ്റിംഗ് ഓഫ് സെൻട്രൽ ഷൂട്ട്. ഇതാണ് ഇതിന്റെ മെയിൻ സിംറ്റം കാണിക്കുന്നത്. ഇതിന് നമ്മൾ നമ്മുടെ ട്രാപ്പായിട്ട് ഫെറോലൂർ ആണ് യൂസ് ചെയ്യാറ് റെഡ് പാം വീവിലിന്. പിന്നെ വൈറ്റ് ഗ്രബ് ഓർ ദി കോക്ചാഫർ ബീറ്റിൽ, സയന്റിഫിക്കലി നോൺ ആസ് ലൂക്കോഫോളസ് കോണിയോഫോറ. എരിയോഫിഡ് മൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇതിന്റെ സിംറ്റംസ് എന്താണ്, അതിന്റെ കൺട്രോൾ മെഷർ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. മെയിനായിട്ടും ഇതിന്റെ സിംറ്റം ഇത് കാണിക്കുന്ന ഒരു ഇതിന്റെ അക്കറൻസ് ഉണ്ടെങ്കിൽ മെയിനായിട്ടും പ്ലാന്റിൽ വരുന്ന പാമ്പിൽ കാണിക്കുന്ന സിംറ്റം എന്താണെന്ന് വെച്ചാൽ പെയിൽ യെല്ലോ ട്രയാങ്കുലർ പാച്ച് ബിലോ ദ പീരിയാന്ത്. ഇതാണ് പെസ്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ. പിന്നെ ഡൈക്കോഫോൾ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അസെറിയ ഗ്വിലറോണിസ് ആണ്. പിന്നെ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ അല്ലെങ്കിൽ ദ ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ, ഒപ്പിസിന എറനോസെല്ല, അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന ചില പാരസിറ്റോയിഡ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള. ഗോണിയോസിസ് നെഫാൻഡിറ്റിസ്, ലാസ്മസ് നെഫാൻഡിറ്റിസ്, ബ്രാക്കിമേരിയ നെസറ്റോയ്, ഇതെല്ലാം ഇതിന്റെ പാരസിറ്റോയിഡ്സ് ആണ്. പിന്നെ കോറിയോഡ് ബഗ്, പാരഡസൈനസ് റോസ്ട്രേറ്റസ്, മെയിൻ ആയിട്ട് കാണിക്കുന്ന അതായത് ഓൺ ദി ഹസ്കിൽ ബിലോ ദി പീരിയാൻ ചെറിയ ക്രാക്കുകൾ ഉണ്ടാവും. ആ ക്രാക്കിൽ നിന്ന് ഗം എക്സുഡേഷൻ, ഗം ഇങ്ങനെ ഒരുമാതിരി പശ പോലെ വരുന്നതാണ് ഇതിന്റെ ഒരു സിംറ്റം, കോറിയോഡ് ബഗിന്റെ സിംറ്റം വരുന്നത്. പിന്നെ ഇതിന്റെ ഹാർവെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോക്കനട്ട് ടെൻഡർ പർപ്പസിനാണെങ്കിൽ 6 to 7 month ഡ്യൂറേഷനിൽ നമുക്ക് ടെൻഡർ നട്ടിനാണെങ്കിൽ യൂസ് ചെയ്യാം. കൊപ്രയ്ക്കാണെങ്കിൽ 9 to 11, ആൻഡ് സീഡ് പർപ്പസിനാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കി മോർ ദാൻ 11 month ഓൾഡ് ആയിട്ടുള്ള സീഡിനെയാണ് നമ്മൾ സീഡ് നട്ട് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യാറ്. സോ അതിന്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജസ് ഓരോന്നിനും പർപ്പസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഹാർവെസ്റ്റിന്റെ സ്റ്റേജും മാറുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ചില പ്രോഡക്ട്സ് ദാറ്റ് ഇസ് അവൈലബിൾ ഫ്രം കോക്കനട്ട്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? നീര ഈസ് എൻ അൺഫെർമെന്റഡ് സാപ്പ് ഫ്രം ദി ഇൻഫ്ലോറസൻസ്. അൺഫെർമെന്റഡ് ആണ്. ടോഡി ഈസ് എ ഫെർമെന്റഡ്, ഓൾ ഓഫ് യു നോ. ടോഡി ഈസ് എ ഫെർമെന്റഡ് സാപ്പ് ആണ്. പിന്നെ നാറ്റാഡി കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്നതാണ് നാറ്റാഡി കൊക്കോ. ഇറ്റ് ഈസ് എ എഡിബിൾ ജെല്ലി ലൈക്ക് പ്രോഡക്റ്റ് ഫ്രം മൈക്രോബിയൽ ഫെർമെന്റേഷൻ ഓഫ് ദ കോക്കനട്ട് വാട്ടർ. അപ്പോൾ കോക്കനട്ട് വാട്ടർ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഈ ജെല്ലി പ്രൊഡക്റ്റ് കിട്ടുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് നാറ്റാഡി കൊക്കോ. ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് നാറ്റാഡി കൊക്കോ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് വാട്ട് എന്ന് ചോദിക്കും. കോക്കനട്ട് ആണ് അതിന്റെ ആൻസർ. പിന്നെ അരക്കനട്ടിലുള്ള ചില പ്രോസസ്ഡ് പ്രോഡക്ട്സ് ആണ് ചളി അല്ലെങ്കിൽ കൊട്ടപ്പാക്ക്. ഇറ്റ് ഈസ് എ റൈപ്പ് നട്ടാണ് വിച്ച് ഇസ് ഡ്രൈഡ് ഇൻ സൺ ആൻഡ് യൂഷ്വലി അതിന്റെ നട്ട് നമ്മുടെ റൈപ്പ് നട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 to 9 month ഓൾഡ് ആയിട്ടുള്ള ഒരു നട്ടിനെ പ്രോസസ് ചെയ്തിട്ടാണ് കൊട്ടപ്പാക്ക് ഉണ്ടാക്കുന്നത്. ഇനി കരിപ്പാക്ക് ആണെങ്കിൽ 6 to 7 month ഓൾഡ് ആയിട്ടുള്ള നട്ടായിരിക്കും. പിന്നെ നീറ്റടക്ക, പിന്നെ ബുറാത്താമ്പുൾ, ഇതൊക്കെ അസാമിലുള്ള അതിന്റെ പേര് അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് മാത്രം കൊടുത്തതാണ്. പിന്നെ സെന്റഡ് സുപ്പാരി, പാൻ മസാല, ഗുഡ്ക, പാൻ മസാല വിത്ത് പ്ലസ് ടൊബാക്കോ, ഇതൊക്കെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ് അരിക്കനട്ടുന്നത്. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഞാൻ ചോദിച്ചില്ല. ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റേഷൻ ക്രോപ്പ് അരക്കനട്ട്, സയന്റിഫിക്കലി നോൺ ആസ് അരക്ക കാറ്റച്ചു. പിന്നെ ഇതും സെയിം മോണോക്കോട്ടാണ്. എരക്കേസിയ ഫാമിലി അല്ലെ പാൽമെ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. സോ അരക്കനട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ മദർ പാം സെലക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ക്രൈറ്റീരിയാസ് നേരത്തെ നമ്മൾ കോക്കനട്ടിൽ പറഞ്ഞ പോലെ തന്നെ അരക്കനട്ടിൽ ഇതിന്റെ ഒരു ഏജ്, ഒരു മദർ പാമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം അതിന്റെ ഒരു പ്രായം 15 to 30 years ആയിരിക്കണം. ഒരു മിഡിൽ ഏജ് പാം വിത്ത് ഷോർട്ടർ ഇന്റർനോട്ട്സ്. കുറേ നമ്പർ ഓഫ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവണം. പെർ ഇയർ അറ്റ്ലീസ്റ്റ് 4 ബഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാം ആയിരിക്കണം. ഇതൊക്കെയാണ് മേജർ ക്രൈറ്റീരിയാസ് വരുന്നത്. ഇനി സീഡ് നട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഫുള്ളി റൈപ്പ് ആയിട്ടുള്ള നട്ട്സിനെ വേണം നമ്മൾ എടുക്കാൻ. ആൻഡ് നട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 35 grams ആയിരിക്കണം. ആൻഡ് മേജർ ആയിട്ട് നമ്മൾ മിഡിൽ പോർഷനിൽ നിന്നാണ് നമ്മൾ നട്ട് കളക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഒരു സീഡ് നട്ട് സെലക്ഷന്റെ ക്രൈറ്റീരിയാസ് പറയുന്നത്.
ഇനി ഇതിന്റെ ഒരു നഴ്സറി സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ 2 നഴ്സറീസ് ആണ് വരുന്നത്. ഒന്ന് പ്രൈമറി നഴ്സറിന്ന്, പിന്നെ അത് സെക്കൻഡറി നഴ്സറിയിലോട്ട് പോകും. അപ്പോൾ പ്രൈമറി നഴ്സറി ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 90 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും, 90 ഡേയ്സ് അതായത് ഒരു 3 മാസം പീരീഡ് വരെ പ്രൈമറി നഴ്സറിയിലേക്ക് പ്രൈമറി നഴ്സറിയിൽ ആയിരിക്കും സീഡ്ലിങ്സ് വളരുക. അതിനുശേഷം സെക്കൻഡറി നഴ്സറിയിലേക്ക് നമ്മൾ മാറ്റും. പിന്നെ സീഡ്ലിംഗ് സെലക്ഷൻ, നേരത്തെ നമ്മൾ സീഡ് നട്ട് പറഞ്ഞു, മദർ പാം സെലക്ഷൻ പറ്റി പഠിച്ചു. ഇനി സീഡ്ലിംഗ് സെലക്ഷനെ കുറിച്ച് പറയുമ്പോൾ സീഡ്ലിങ്സ് ഏകദേശം 12 to 18 month ഓൾഡ് ആയിട്ടുള്ള സീഡ്ലിങ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ അരക്കിനട്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ആസ്പെക്റ്റ് ആണ് മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് വിത്ത് മിനിമം ഹൈറ്റ് ആൻഡ് മാക്സിമം കോളർ ഗിർത്ത്. സോ നമ്മൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ്, അതായത് മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ഉണ്ടാവണം, ഹൈറ്റ് കുറവായിരിക്കണം, എന്നാൽ മാക്സിമം കോളറിന്റെ ഡയമീറ്റർ കൂടുതലുമായിരിക്കണം. സോ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സീഡ്ലിങ്ങിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈൽഡ് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും എന്നാണ് റിസർച്ച് പറയുന്നത്. സോ അപ്പോൾ സീഡ്ലിംഗ്, അപ്പോൾ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സീഡ്ലിംഗ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ലീഫ്, അതിന്റെ ഫോർമുലയാണ് ലീഫ് നമ്പർ ഇൻറ്റു 40 മൈനസ് ദ സീഡ്ലിംഗ് ഹൈറ്റ്. ഇപ്പോൾ നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഓരോ സീഡ്ലിങ്ങിനും നമുക്കൊരു സീഡ്ലിംഗ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എത്ര ലീവ്സ് ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈഡ് വിത്ത് 40 മൈനസ് അതിന്റെ സീഡ്ലിംഗ് ഹൈറ്റ്. അപ്പോൾ ഇപ്പം ഒരു 10 ചെടിയുണ്ട്, 10 സീഡ്ലിംഗ് നമ്മൾ സീഡ്ലിംഗ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ സീഡ്ലിംഗ് ഇൻഡെക്സ് വരുന്ന പ്ലാന്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ മാക്സിമം സീഡ്ലിംഗ് ഇൻഡെക്സ് ഉള്ള പ്ലാന്റിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ബിക്കോസ് അതിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ഉണ്ടാവും ആൻഡ് മിനിമം ഹൈറ്റും ആയിരിക്കും കാണിക്കുക. അതുകൊണ്ടാണ് സീഡ്ലിംഗ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയുള്ള സീഡ്ലിങ്സിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ ഇതിന്റെ ഒരു ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ്, ഒരു അഡൾട്ട് പാമിന്, അതായത് ഒരു അരക്കനട്ട് പാമിന് വരുന്ന ഒരു ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ് 100, 40 and 140 grams പെർ പ്ലാന്റ് പെർ ഇയർ. ഓക്കെ, ഇനി ഫീൽഡ് പ്ലാന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എരക്കനട്ട് പാംസ് യൂഷ്വലി അതിന്റെ സീഡ്ലിങ്സ് നമ്മൾ നോർത്ത് സൗത്തിലായിട്ടാണ് ഇതിന് പ്ലാന്റ് ചെയ്യേണ്ടത്. ഇനി അത് സൗത്ത് വെസ്റ്റിലൊക്കെ ആകുമ്പം റേഡിയേഷൻ ഒരുപാട്, അതായത് സൺലൈറ്റിന്റെ എക്സ്പോഷർ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ സൺ സ്കോർച്ചിങ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ് എരക്കനട്ടിൽ സൺ സ്കോർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം അറിയാതെ നമ്മൾ പ്ലാന്റിങ്ങിന് നോർത്ത് സൗത്ത് അലൈൻമെന്റ് അല്ലാതെ വെയിൽ, അതായത് സൗത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നോക്കിയിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഷെയ്ഡ് ട്രീസോടെ പ്ലാന്റ് ചെയ്യണം. ക്വിക്ക് ഗ്രോയിങ് ആയിട്ട് പ്ലാന്റ് ടോൾ ക്വിക്ക് ഗ്രോയിങ് ഷെയ്ഡ് ട്രീസ് ഓൺ ദി സൗത്ത് വെസ്റ്റ് സൈഡ് ഓഫ് ദി പ്ലാന്റേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം ദി സ്കോർച്ചിങ് സൺ. ആൻഡ് ഇതിന്റെ ഒരു പ്ലാന്റ് സ്പേസിംഗ് എന്ന് പറയുന്നത് 2.7 by 2.7 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇന്റർ ക്രോപ്പിംഗ് ആൻഡ് മിക്സഡ് ക്രോപ്പിംഗ്. ഇന്റർ ക്രോപ്സ് യൂഷ്വലി പറയുന്നത് എലഫന്റ് ഫോർട്ടിയ, പൈനാപ്പിൾ, ബനാന, ഗിനിയ ഗ്രാസ്, ജിഞ്ചർ, ടർമറിക്, ഇതൊക്കെ നമുക്ക് ഇന്റർ ക്രോപ്പ് ആയിട്ട് ചെയ്യാവുന്നതാണ്. മിക്സഡ് ക്രോപ്പ് ആയിട്ട് ബ്ലാക്ക് പെപ്പർ, ബീറ്റിൽ വൈൻ, നട്ട്മെഗ്, വാനില, കൊക്കോ, കാഡമം, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈ ഡെൻസിറ്റി മൾട്ടി സ്പീഷീസ് ക്രോപ്പിംഗ് സിസ്റ്റം, അതായത് ഒരു മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം എരക്കനട്ടിൽ പോസിബിൾ ആണ്. സോ അതായത് ഒരു ഏറ്റവും ഹൈറ്റ് കൂടിയ മൾട്ടി ടയർ, അതായത് ഒരു നമ്മളൊരു സ്പേസിന് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്രോപ്പിംഗ് സിസ്റ്റമാണിത്. അപ്പോൾ പല ടയറിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിലുള്ള പ്ലാന്റിന് ആദ്യം പ്ലാന്റ് ചെയ്യുന്നു, പിന്നെ അതിന് തൊട്ട് താഴെ, അതിന്റെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പടിയായിട്ട് പ്ലാന്റിങ് ചെയ്യുന്നതിനാണ് ഈ മൾട്ടി ടയർ പ്ലാന്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ അരക്കനട്ട് ഫസ്റ്റ് റോയിൽ ഏറ്റവും ബാക്കിൽ പ്ലാന്റ് ചെയ്യുന്നു, തൊട്ട് താഴെ കൊക്കോ, പിന്നെ ബനാന, പിന്നെ ബ്ലാക്ക് പെപ്പർ. അതാണ് അതിന്റെ ഒരു ടയർ, ഒരു മൾട്ടി ടയർ വരുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഹൈ ഡെൻസിറ്റി മൾട്ടി സ്പീഷീസ്. അപ്പം ഹൈ ഡെൻസിറ്റി വെച്ച് ക്ലോസർ സ്പേസിംഗിലാണ്, എന്നാൽ കുറെ സ്പീഷീസിനെ കുറെ പ്ലാന്റ്സിനെ നമ്മൾ ആ ഒരു സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഹൈ ഡെൻസിറ്റി മൾട്ടി സ്പീഷീസ് ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പേര് വരുന്നത്. ഇപ്പം അരക്കനട്ടും കൊക്കോയും തമ്മിലാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊക്കോന്റെ അരക്കനട്ടിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.7 by 2.7. ഇനി കൊക്കോ നമ്മളൊരു ഇന്റർക്രോപ്പ് ആയിട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ
അരക്കനട്ടും കൊക്കോയും തമ്മിലുള്ള സ്പേസിംഗ് ആണ് 2.7/5.4. ഇത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഇന്റർക്രോപ്സ് പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മെയിൻ ക്രോപ്പിന് മാത്രം വളമിട്ടാൽ പോരാ, സെപ്പറേറ്റ് ആയിട്ട് ഇന്റർക്രോപ്പിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്രോപ്പിനും സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഫെർട്ടിലൈസർ എല്ലാം കൊടുത്തിരിക്കണം. കാരണം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും അവർ തമ്മിൽ. അപ്പൊ ആര് വളരും എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇന്റർക്രോപ്പിന് ആസ് വെൽ ആസ് ദി മെയിൻ ക്രോപ്പ്. ഓക്കെ, പിന്നെ ഇതിന്റെ വെറൈറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചില ഇൻട്രൊഡക്ഷൻസ് ഉണ്ട്. ആദ്യം തന്നെ മംഗള, വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ചൈന, സുമംഗള ഫ്രം ഇന്തോനേഷ്യ, ശ്രീമംഗള ഫ്രം സിംഗപ്പൂർ, സ്വർണ്ണമംഗള ഫ്രം സൈബർ. സോ ഇതൊക്കെയാണ് മെയിൻ ഇൻട്രൊഡക്ഷൻസ് വരുന്നത്. ഓർത്തിരിക്കുക എവിടെ നിന്നാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. മെയിനായിട്ട് മംഗള ഏത് വെറൈറ്റിയാന്ന് ചോദിച്ചാൽ അറിക്കനട്ട് ആണെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. സോ അതുപോലെ തന്നെ ചില ലോക്കൽ വെറൈറ്റീസ് ഉണ്ട്. മോഹിത് നഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോക്കൽ വെറൈറ്റി ഫ്രം വെസ്റ്റ് ബംഗാൾ. പിന്നെ കാഹികുച്ചി എന്ന് പറയുന്നത് ഫ്രം അസാം എന്നാണ്. ശ്രീവർദ്ധൻ ഫ്രം മഹാരാഷ്ട്ര. പിന്നെ ഇതിൽ തന്നെ അരക്കനട്ടിൽ വൈറ്റ് കേണൽ വെറൈറ്റീസ് ഉണ്ട്. മോസ്റ്റ്ലി അത് ഇങ്ങനെ ചൂയിങ് പർപ്പസിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്, വൈറ്റ് കേണൽ ടൈപ്സ്. പിന്നെ അതർ വെറൈറ്റീസ് ആണ് സൗത്ത് കണാറ ഓർ കാസർഗോഡ് ലോക്കൽ. പിന്നെ സിർസി അരക്കനട്ട് സെലക്ഷൻ, SAS എന്നാണ് അതിന് പറയുക. സിർസി അരക്കനട്ട് സെലക്ഷൻ, SAS. That is mainly used for tender and ripe nut processing. ടെൻഡറും റൈപ്പ് നട്ട് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്ന വെറൈറ്റിയാണ് SAS. പിന്നെ ഹിരിഹള്ളി ഡ്വാർഫ്, വിച്ച് ഇസ് എ ഡ്വാർഫ് നാച്ചുറൽ മ്യൂട്ടന്റ് ആണ്. പിന്നെ തിരുത്തഹള്ളി ഡ്വാർഫ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക വെറൈറ്റീസ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ അടുത്ത ഒരു ക്രോപ്പാണ് നമ്മുടെ ഓയിൽ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ക്രോപ്പ്, വിച്ച് ഇസ് ദി ഓയിൽ പാം, ഇലയ സ്പീഷീസ്. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ഓയിൽ ഈൽഡിംഗ് ആണ്, ഓയിൽ ഈൽഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. ഹൈ കാലോറിഫിക് വാല്യൂ ഉള്ള ഒരു ക്രോപ്പാണ്. പിന്നെ ഇതിലുള്ള 2 സ്പീഷീസ് ആണ്. ആഫ്രിക്കൻ ഓയിൽ പാം, വിച്ച് ഈസ് എലയസ് ഗ്വിനീൻസിസ്, അതുപോലെ അമേരിക്കൻ ഓയിൽ പാം ഒലിഫെറ. അങ്ങനെ 2 സ്പീഷീസ് ആണ് ഓയിൽ പാമിലുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പഠിക്കാനുള്ള ഒരു ഓയിൽ പാമിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ള അതിന്റെ കൾട്ടിവർ ടൈപ്സ് ആണ്. 3 ടൈപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: ഡ്യൂറ, പിസിഫെറ ആൻഡ് ടെനറ. സോ ഇതിൽ ഡ്യൂറ എന്ന് പറയുന്നത് ഇതിന്റെ ഷെല്ല്, അതിലൊരു ക്യാരക്ടർ എന്ന് അറിഞ്ഞിരിക്കുക. ഡ്യൂറ തിക്ക് ആണ്, തിക്ക് ഷെൽഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ ഫീമെയിൽ പാരന്റ്. ബ്രീഡിംഗ് പ്രോഗ്രാമിൽ ഫീമെയിൽ പാരന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള കൾട്ടിവർ. പിസിഫെറയ്ക്ക് ഷെല്ലില്ല, നോ ഷെല്ലാണ്. പക്ഷേ ഇതിൽ മീസോകാർപ്പ്, അതായത് ഓയിൽ, ഹൈ മീസോകാർപ്പ് ഓയിൽ കണ്ടന്റ് ഉണ്ട്. മീസോകാർപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സെൻട്രൽ പോർഷൻ ആണ്. സെൻട്രൽ പോർഷനിൽ ഓയിൽ കണ്ടന്റ് വളരെ കൂടുതലായിട്ടുള്ള ഒരു കൾട്ടിവർ ആണ് പിസിഫെറ, ബട്ട് ഇറ്റ് ഹാസ് നോ ഷെൽ. പിന്നെ ടെനറ എന്ന് പറയുന്നതാണ്, ഇറ്റ്സ് എ ഹൈബ്രിഡ് ആണ്, വിച്ച് ഇസ് ക്രോസ് ബിറ്റ്വീൻ ഡ്യൂറ ഇൻറ്റു പിസിഫെറ. നേരത്തെ നമ്മൾ പറഞ്ഞു ഡ്യൂറ ഇസ് എ ഫീമെയിൽ പാരന്റ്. സോ ഇവിടെ ഫീമെയിൽ പാരന്റ് ആയിട്ടാണ് ഡ്യൂറ യൂസ് ചെയ്യുന്നത്. ഡ്യൂറയും പിസിഫെറയും ക്രോസ് ചെയ്തിട്ടാണ് ടെനറനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ തിൻ ഷെൽഡ് ഹൈബ്രിഡ് ആണ്. ആൻഡ് ഇതിൽ മീഡിയം ടു ഹൈ മീസോകാർപ്പ് ഉണ്ട്, ഓയിൽ കണ്ടന്റ് ഉണ്ടാവും. പിന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഫ്രം ദ 3rd ഇയർ പറയുന്നത് 1200, 600 and 1200 grams of NPK per plant per year ആണ്, along with 100 grams of magnesium sulfate and 100 gram of borax. ഇതാണ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ പറയുന്നത് ഓയിൽ പാമിൽ. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ അഗൈൻ സീഡ് തന്നെയാണ്. മെയിൻ ആയിട്ട് ഫുള്ളി റൈപ്പ് ആയിട്ടുള്ള ബഞ്ചിൽ നിന്നാണ് നമ്മൾ സീഡിനെ, അതായത് ഫ്രൂട്ടിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സീഡ് കിട്ടാൻ വേണ്ടി സീഡ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? റെറ്റിംഗ് വഴി. റെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജൂട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും റെറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഈ റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ ബഞ്ചിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം വെള്ളത്തിൽ ഒരാഴ്ച വെള്ളത്തിൽ ഇട്ട് വെക്കും, സോക്ക് ചെയ്യാൻ വെക്കും. അതിനെയാണ് റെറ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് സാൻഡ്, അതായത് ഒരു മീസോകാർപ്പ് എന്ന് വെച്ചാൽ ഉള്ളിലുള്ള പോർഷൻ, അതിനെ റിമൂവ് ചെയ്യുന്നു ബൈ പൗണ്ടിങ് ദ ഫ്രൂട്ട്സ് വിത്ത് സാൻഡ് ഇൻ എ വുഡൻ മോട്ടർ. ഒരു മോട്ടർ പോലത്തെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. സോ അതിലേക്ക് ഈ ഫ്രൂട്ട് റെറ്റിംഗ് ചെയ്ത ഫ്രൂട്ട്സിനെ കൊണ്ടുപോയി ഇടും. അപ്പൊ റെറ്റിംഗ് ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫ്ലഷ് എല്ലാം ഇങ്ങനെ ലൂസായി വരുമല്ലോ. അപ്പോൾ വുഡൻ മോട്ടർ പോലുള്ള ഡിവൈസിൽ വെച്ചിട്ട് സീഡിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഫ്രൂട്ട് സെപ്പറേറ്റും സീഡ് സെപ്പറേറ്റും ആയിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് ഈ സീഡിനെ നമുക്ക് കുറച്ചു കാലത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, ഫംഗിസൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡ്രൈഡ് ഇൻ ഷെയ്ഡ് ഫോർ 20 minutes and can be preserved, stored in polythene bags.
അപ്പൊ പ്രോസസ് ചെയ്തൊരു സീഡാണ് ഇത്, ജെർമിനേറ്റഡ് സീഡാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മൾ നേരത്തെ കൾട്ടിവാർസ് പഠിച്ചു. കൾട്ടിവാർസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ പാമിനെ സംബന്ധിച്ചിട്ട്. അതുപോലെ ഇറ്റ് ഈസ് എൻ ഓബ്ലിഗേറ്ററി ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ്. അതായത് ഒബ്ലിഗേറ്ററി ഡെഫിനറ്റ് ആയിട്ട് കമ്പൽസറി ക്രോസ് പോളിനേഷൻ നടന്നാലേ ഇവിടെ ഫ്രൂട്ട് സെറ്റ് ഉണ്ടാവുള്ളൂ. സോ അതിന് പോളിനേഷന് വേണ്ടി മെയിനായിട്ട് വിങ് പോളിനേറ്റഡ് ക്രോപ്പാണ്. അതല്ലാതെ പോളിനേറ്റിംഗ് വീവിൽ ഉണ്ട്, എലിഡോബിയസ് കാമറോണിക്കസ്. ഇത് ഓർത്തിരിക്കുക, ഇറ്റ്സ് എ വീവിൽ. സോ പോളിനേറ്റിംഗ് വീവിൽ ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓയിൽ പാം ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് ഒരു പ്രോസസ് ഉണ്ട് ഓയിൽ പാം, വിച്ച് ഇസ് കോൾഡ് ആസ് അബ്ലേഷൻ. അബ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ദി യങ് ആൻഡ് ഏർലി മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫ്ലോറസൻസ് ആൻഡ് ബഞ്ചസ്. ചെറിയ ഫ്ലവേഴ്സ്, അതായത് ഇൻഫ്ലോറസൻസ് എന്ന് വെച്ചാൽ ക്ലസ്റ്റർ ഓഫ് ഫ്ലവർ, മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫ്ലോറസൻസിന് ചെറിയ പ്രായമുള്ള അല്ലെങ്കിൽ നേരത്തെ ഏർലി ഉണ്ടാവുന്ന, മുമ്പേ ഉണ്ടാവുന്ന ഇൻഫ്ലോറസൻസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫ്ലോറസൻസിന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്ലേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഒരു 2.3 ഇയേഴ്സ്, അതായത് ഒരു 3 ഇയേഴ്സിന് ശേഷമേ നമ്മൾ ഇൻഫ്ലോറസൻസിനെ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അതിന് മുന്നേ വരുന്ന ഇൻഫ്ലോറസൻസ് ആണോ പെണ്ണോ അതിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ അബ്ലേഷൻ ചെയ്യുന്നത്? 3 ഇയേഴ്സ് വരെ നമ്മൾ ഇൻഫ്ലോറസൻസിനൊന്നും റീറ്റെയിൻ ചെയ്യുന്നില്ല. സോ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു ഹാവ് മാക്സിമം ഗിർത്ത്, സ്റ്റെമ്മിന് ഡയമീറ്റർ കിട്ടാനും നല്ല വിഗറും റൂട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി അബ്ലേഷൻ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതാണെങ്കിൽ ഹാൻഡ് പുള്ളിങ്, ഹാൻഡിൽ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാരോ ബ്ലേഡഡ് ചിസൽ പോലുള്ള ചിസൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ICRന്റെ ഓയിൽ പാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച്. ആന്ധ്രയിൽ എല്ലൂരു എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലാണ് ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഡെവലപ്പ് ചെയ്ത ഒരു അബ്ലാ ടൂൾ, അബ്ലേഷന് ഉപയോഗിക്കുന്ന ടൂളാണ് അബ്ലാ ടൂൾ. സോ ഇതിന് ഒരു പോയിന്റ്, ഇങ്ങനെ 3 പോയിന്റഡ് ഒരു ടൂളാണിത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻഫ്ലോറസൻസിനെ എല്ലാം റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. സോ ഇതൊരു അബ്ലാ ടൂൾ എന്നാണ് ഇതിന് പേര് പറയുന്നത്. പിന്നെ വരുന്ന ഒരു പോയിന്റ്, നമ്മൾ ഈ ഓയിൽ പാമിന്റെ ബഞ്ചസ്, അതായത് ഇത് ഫുൾ റൈപ്പൻ സ്റ്റേജ് ആയി ഇതിന് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന് പ്രോസസ്സിങ്, അതായത് വിത്തിൻ 24 hours തന്നെ ഇതിന് പ്രോസസ്സിങ്ങിലേക്ക് അയക്കണം. പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കണം പ്രോസസ്സിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഓക്സിഡേഷൻ സംഭവിക്കും, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഒക്കെ സംഭവിച്ച് അതിന്റെ സ്മെല്ലും കളറും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ക്വാളിറ്റി റെഡ്യൂസ് ആവും. ആ ഓയിലിന്റെ ക്വാളിറ്റി പുവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിത്തിൻ 24 hours തന്നെ നമ്മളിത് പ്രോസസ്സിങ്ങിലേക്ക് അയക്കണം. സോ അത് പ്രോസസ്സിങ് ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ്. ഇത് എന്തൊക്കെയാണ് പ്രോസസ്സിങ്ങിലേക്ക് പോകുമ്പോൾ ചെയ്യുന്ന ഓരോ സ്റ്റേജസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സ്റ്റെറിലൈസേഷൻ, ത്രെഷിങ്, ഡൈജഷൻ, പ്രസ്സിങ്, ക്ലാരിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ, വാക്യൂം ഡ്രൈയിങ്, ഓയിൽ സ്റ്റോറേജ്. ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട, ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അത്രയും മതി. വിത്തിൻ 24 hours ഓയിൽ പാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുപോയിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് അബ്ലേഷൻ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ ഇൻ ഓയിൽ പാം ആണ് ലീഫ് പ്രൂണിങ്. സോ ലീഫ് പ്രൂണിങ് എന്തിനാണ്? മെയിൻ ആയിട്ടും ഫ്രൂട്ട് റൈപ്പൻ ആയോ, അതിന് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് എത്തിയോ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം വിഷ്വലായിട്ട് നമുക്ക് ലീഫ് ഒരുപാട് ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റില്ല. സോ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരുപാട് ലീഫ് ഉണ്ടെങ്കിൽ ഈ ഓയിൽ പാം ഹാർവെസ്റ്റ് അതിൻ്റെ ടൈം ആയോ അല്ലെങ്കിൽ മെച്ചുവർ ആയോ റൈപ്പ് ആയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചയും കുറയും. ലീഫിന്റെ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് ഓയിൽ പാമിന് ഒരുപാട് വളരാൻ പറ്റാത്ത അവസ്ഥയാവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീഫിനെ പ്രൂൺ ചെയ്ത് കളയുന്നത്. അപ്പോൾ വെൻ ഇൻഫ്ലോറസൻസ് ഡെവലപ്സ് 2 whorls ഓഫ് ഫ്രോൺസ്, അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ പാം ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിനെല്ലാം ലീഫിനെ നമ്മൾ ഫ്രോൺസ് എന്നാണ് പറയുക. അപ്പോൾ 2 whorls ഓഫ് ഫ്രോൺസ്, അതായത് താഴെ ലോവർ ഡെവലപ്പിംഗ് ഇൻഫ്ലോറസൻസ്, ഏറ്റവും താഴെ വരുന്ന ഇൻഫ്ലോറസൻസിന് ഏറ്റവും താഴെ വരുന്ന ഇൻഫ്ലോറസൻസിന് തൊട്ട് താഴെയായിട്ട് 2 whorl ഓഫ് ഫ്രോൺസ് നമ്മൾ റിമൂവ് ചെയ്യാനേ പാടില്ല. അത് അങ്ങനെ തന്നെ
പ്രൂൺ ചെയ്യാതെ നമ്മൾ നിലനിർത്തും. ഏറ്റവും താഴെ വരുന്ന ഇൻഫ്ലോറസൻസിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ടായിട്ട് 2 വേൾ ഓഫ് ഫ്രോൺസ് നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു 10 വർഷം വരെ നമ്മൾ ആ 2 വേൾഡ്സ് ഓഫ് ലീവ്സ് അങ്ങനെ തന്നെ വെക്കും. 11ാമത്തെ വർഷമാകുമ്പോൾ 2 വേൾഡ്സിന് പകരം ഒരു വേൾ മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു ലീഫ് പ്രൂണിങ് ചെയ്യുന്ന ഒരു രീതി. നോർമലി ഒരു അഡൾട്ട് പാമിൽ 30 to 35 ലീവ്സ് വരെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു അഡൾട്ട് പാമിൽ വെക്കേണ്ടതാണ് 30 to 35. ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പാണ് നമ്മുടെ റബ്ബർ. സോ റബ്ബർ എന്ന് പറയുന്നത് ഹിബിയ ബ്രസീലിയൻസിസ്, അതർവൈസ് നോൺ ആസ് പാരാ റബ്ബർ എന്നും പറയും. പാരാ റബ്ബർ ഹിബിയ ബ്രസീലിയൻസിസ് യൂഫോർബേസി ഫാമിലിയിലുള്ളതാണ്. ഇപ്പോൾ കേരളേൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 85% ഓഫ് ഏരിയ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ ആൻഡ് പ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ 69.6% ഓഫ് പ്രൊഡക്ഷൻ കേരള മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റബ്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള 3 ക്ലോൺസ് ആണുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ക്ലോൺസ്. പ്രൈമറി ക്ലോൺ എന്ന് പറയുന്നത് അതായത് ഒരു എക്സിസ്റ്റിംഗ് സീഡ്ലിംഗ് പോപ്പുലേഷൻ ആയിരിക്കും, ബട്ട് വിത്ത് അൺനോൺ പാരന്റേജ്. അതിന്റെ പാരൻസ് അവരുടെ പാരൻസ് എന്താണെന്ന് നമുക്കറിയില്ല, അൺനോൺ ആയിരിക്കും. പക്ഷെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീഡ്ലിംഗ് പോപ്പുലേഷൻ ആണ് വിത്ത് അൺനോൺ പാരന്റേജ്. അതാണ് പ്രൈമറി ക്ലോൺസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ പ്രൈമറി ക്ലോൺസ് എന്ന് വിളിക്കാം. സെക്കൻഡറി ക്ലോൺസ് എന്താണ്? 2 പ്രൈമറി ക്ലോൺസ് തമ്മിൽ പോളിനേറ്റ് ചെയ്യിപ്പിച്ച അതിന്റെ ഹൈബ്രിഡ്സ് ആണ് സെക്കൻഡറി ക്ലോൺസ്. ടെർഷറി ക്ലോൺസ് എന്ന് പറയുന്നത് either 1 അല്ലെങ്കിൽ both the parents സെക്കൻഡറി ക്ലോൺസ് ആയിരിക്കും. ഒന്നെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആവാം, അല്ലെങ്കിൽ 2 പാരൻസും സെക്കൻഡറി ക്ലോൺസ് ആവും. അതിന് ക്രോസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമുക്ക് ടെർഷറി ക്ലോൺസ് എന്ന് വിളിക്കുക. പിന്നെ ഇതിൽ വരുന്ന അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രൈമറി ക്ലോൺസിലുള്ള ചില വെറൈറ്റീസ് ആണ് TJIR1, GT1, GI1, PB86. ഇതൊക്കെ പ്രൈമറി ക്ലോൺസ് ആണ്. സെക്കൻഡറി ക്ലോൺസ് ആണ് RRII, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ 105. അത് ഒരു ഹൈബ്രിഡ് ആണ്, വിച്ച് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ TJIR1 into GI1. പിന്നെ ടെർഷറി ക്ലോണിന്റെ എക്സാമ്പിൾ RRIM 719. again it's a hybrid crossed between PB86. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു സെക്കൻഡറി ക്ലോൺ എന്ന് പറയുന്നത് എന്താണ്? 2 പ്രൈമറി ക്ലോണിനെ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡറി ക്ലോൺ കിട്ടുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള 2 പാരന്റ്സും ആക്ച്വലി പ്രൈമറി ക്ലോൺ ആണ്. TJIR1ഉം GI1ഉം 2 പ്രൈമറി ക്ലോൺസ് ആണ്. അത് രണ്ടും ക്രോസ് ചെയ്താൽ നമുക്ക് സെക്കൻഡറി ക്ലോൺ കിട്ടും. ഇനി ടെർഷറി ക്ലോൺസ് എങ്ങനെയാണ്? ഒന്നെങ്കിൽ പ്രൈമറി ഇൻറ്റു സെക്കൻഡറി, അല്ലെങ്കിൽ രണ്ടും സെക്കൻഡറി ആയിക്കഴിഞ്ഞാൽ അത് ടെർഷറി ക്ലോൺ ആയിരിക്കും. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് PB86, പിന്നെ RRIM 623 എന്ന് പറയുന്നത് സെക്കൻഡറി ക്ലോൺ ആണ്. ഇത് രണ്ടും ക്രോസ് ചെയ്തിട്ട് പ്രൈമറിയും സെക്കൻഡറിയും ക്രോസ് ചെയ്തിട്ട് ടെർഷറി ക്ലോൺ കിട്ടി, വിച്ച് ഈസ് RRIM 719. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ക്ലോണൽ കമ്പോസിഷൻ. അതായത് റബ്ബറിനെ സംബന്ധിച്ച് ഒരു പോളിക്ലോണൽ പ്ലാന്റേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. പോളിക്ലോൺ എന്ന് വെച്ചാൽ അതായത് ഒരു ക്ലോണ് മാത്രമല്ല, പ്രൈമറി ക്ലോൺസ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യലല്ല നമ്മൾ റബ്ബർ പ്ലാന്റേഷൻ ചെയ്യാറ്. അതിന് പകരം പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയും എല്ലാ ക്ലോൺസും ഒരുമിച്ച് പ്ലാന്റ് ചെയ്തിട്ട് ഒരു പോളിക്ലോണൽ ഗാർഡൻ ആണ് നമ്മൾ ഉണ്ടാക്കുക. സോ അതിന് മുമ്പേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ക്ലോണൽ കമ്പോസിഷൻ, അതായത് ഓരോ ക്ലോൺസും എത്ര ഏരിയ വേണം, എത്ര ഏരിയ വീതം കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു കാറ്റഗറി ഉണ്ട് അതിന്. അപ്പൊ ക്ലോണൽ കോമ്പോസിഷൻ എന്നാണ് അതിന് പറയുക. കാറ്റഗറി 1, 2 and 3 അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ 50% ഏരിയ ഓഫ് ദ ടോട്ടൽ ഗാർഡന്റെ 50% കാറ്റഗറി 1 വരുന്നതാണ്. അതായത് കാറ്റഗറി 1 വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഇറ്റ്സ് എ ഹൈബ്രിഡ് RRII 105. പിന്നെ കാറ്റഗറി 2 35% ഓഫ് ഏരിയ കാറ്റഗറി 2 വരും, 15% ഏരിയ കാറ്റഗറി 3 വരും. സോ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റബ്ബർ പ്ലാന്റേഷൻ നമ്മളൊരു പ്ലാന്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ 50% ഏരിയ RRII 105 നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കണം. 35% ഏരിയയിൽ ഈ 600 RRIM 600, അതുപോലെ 15% ഏരിയയിൽ മാത്രമാണ് RRII 118ഉം 208ഉം 300 ഒക്കെ പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു പോളിക്ലോണൽ ഗാർഡൻ ആയിരിക്കണം. ഒരു ക്ലോണ് മാത്രമല്ല,
പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയും എല്ലാം കൊണ്ടും ഒരു പോളിക്ലോണൽ പ്ലാന്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പോളിക്ലോണൽ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പ്രൈമറി ക്ലോൺ മാത്രം പ്ലാന്റിങ് ചെയ്യുവാണെങ്കിൽ മേ ബി അതിനെന്തെങ്കിലും ഒരു ഡിസീസ് വരുവാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എന്താ പറയാ, എന്തെങ്കിലും ഒരു പിങ്ക് ഡിസീസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അബ്നോർമൽ ലീഫ് ഫോൾ ആയിട്ടോ എന്തെങ്കിലും ഒരു ഡിസീസ്, അല്ലെങ്കിൽ ബ്രൗൺ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ടാപ്പിംഗ് പാനൽ ഡ്രൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഡിസോർഡർ ഉണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ ക്ലോൺ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൈമറി ക്ലോണിൽ ഒരു വെറൈറ്റിയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം GT1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾട്ടിവാർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഒരു റബ്ബർ പ്ലാന്റേഷൻ ചെയ്യുന്നത് വെക്കുക. ആൻഡ് GT1 ഇസ് ഹൈലി സസെപ്റ്റബിൾ ടു ടാപ്പിംഗ് പാനൽ ഡ്രൈനസ് ആണെങ്കിൽ ആ കംപ്ലീറ്റ് പ്ലാന്റേഷൻ വൈപ്പ് ഔട്ട് ആയി പോകും. അത് ഫുൾ ലോസ് ആയിരിക്കും. അപ്പൊ അതിന് പകരം നമുക്ക് കുറച്ച് ടോളറന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ചിലപ്പോൾ സെക്കൻഡറി ക്ലോണിൽ കിട്ടുമായിരിക്കും. സോ അതും കൂടെ വെക്കും, സെക്കൻഡറിയിലും ടെർഷറിയും ഒക്കെ വെക്കും. അതുകൊണ്ട് പ്രൈമറി ക്ലോൺ നഷ്ടപ്പെട്ടാലും സെക്കൻഡറിയും ടെർഷറി ക്ലോൺസ് നമുക്ക് അവിടെ റിറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കംപ്ലീറ്റ് എക്കണോമിക് ലോസിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ആ ഫാർമറിന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോളിക്ലോണൽ ഗാർഡൻ ചെയ്യുന്നത് റബ്ബറിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഹിവിയ ബ്രസീലിയൻസിസ് നോക്കി, പാരാ റബ്ബർ, അതല്ലാതെ തന്നെ വേറെ മൈനർ സോഴ്സസ് ഓഫ് നാച്ചുറൽ റബ്ബർ കിട്ടുന്ന ചില സ്പീഷീസ് ഉണ്ട്. അതാണ് മാനിഹോട്ട് ഗ്ലാസിയോവി, കോമൺലി നോൺ ആസ് സേറ റബ്ബർ. പിന്നെ ഗ്വായുൾ അല്ലെങ്കിൽ മെക്സിക്കൻ റബ്ബർ എന്ന് പറയുന്നത് പാർത്തീനിയം അർജന്റേറ്റം, പനാമ റബ്ബർ, കാസ്റ്റില എലാസ്റ്റിക്ക, അസാം റബ്ബർ, ഫൈക്കസ് എലാസ്റ്റിക്ക, റബ്ബർ വൈൻ, ക്രിപ്റ്റോസ്റ്റീജിയ ഗ്രാൻഡിഫ്ലോറ. സോ ഇതെല്ലാം റബ്ബർ ഈൽഡിങ് ആയിട്ടുള്ള വേറെ ചില സ്പീഷീസ് ആണ്. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു RRIA 105. സോ ദിസ് ഈസ് എ സെക്കൻഡറി ക്ലോൺ ആണ്. സെക്കൻഡറി ക്ലോൺ, ബട്ട് ഇറ്റ് ഇസ് ടോളറന്റ് ടു അബ്നോർമൽ ലീഫ് ഫോൾ. അബ്നോർമൽ ലീഫ് ഫോൾ എന്ന് പറയുന്നത് ഫൈറ്റോഫ്തോറ ഒരു ഡിസീസ് ആണ്. അപ്പോൾ അത് ടോളറന്റ് ആണ്. അബ്നോർമൽ ലീഫ് ഫോളിന് ടോളറന്റ് ആയിട്ടുള്ള ഒരു കൾട്ടിവാർ ആണ് ഈ RRIA 105. ബട്ട് ഇറ്റ് ഈസ് സസെപ്റ്റബിൾ ടു കോർണിയോസ്പോറ ലീഫ് ഡിസീസ്, പൗഡറി മിൽഡ്യൂ, ടാപ്പിംഗ് പാനൽ ഡ്രൈനസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടാപ്പിംഗ് പാനൽ ഡ്രൈനസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് റബ്ബറിൽ, പിങ്ക് ഡിസീസ്. സോ ഇതിനെല്ലാം സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. അപ്പൊ ഇത് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റേഷൻ ആണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ വേറെയും കുറെ ക്ലോൺസ് വെച്ച് പ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് RRIA 414, which shows 38% more yield than RRIA 105 and it is tolerant to many diseases. So ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ബഡ്ഡിംഗ് ആണ് ചെയ്യുക റബ്ബറിൽ. സോ അതിൽ 3 തരം ബഡ്ഡിംഗ് ഉണ്ട്: ബ്രൗൺ ബഡ്ഡിംഗ്, ഗ്രീൻ ബഡ്ഡിംഗ് ആൻഡ് യങ് ബഡ്ഡിംഗ്. സോ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ റൂട്ട് സ്റ്റോക്കിന്റെയും സയോണിന്റെയും ഏജ് ആണ്. ബ്രൗൺ ബഡ്ഡിങ്ങിൽ, ബ്രൗൺ പേരിൽ തന്നെയുണ്ട് ബ്രൗൺ ബഡ്ഡിംഗ്, സോ ഏജ് കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ റൂട്ട് സ്റ്റോക്കിന്റെ ഏജ് ഇതിൽ വരുന്നത് 10 months or more ആണ്. സയോണിന്റെ ഏജ് 1 year old ബഡ് ആണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് ബ്രൗൺ ബഡ്ഡിംഗ് ആണ്. അപ്പൊ ബഡ് എന്ന് പറയുമ്പോൾ ബഡ് വുഡ് ഏതാണ്? നമ്മുടെ സയോൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ബ്രൗൺ കളർ ബഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായം കൂടിയ ഒരു സയോൺ ആയിരിക്കണം. അപ്പൊ റൂട്ട് സ്റ്റോക്കിനെക്കാളും പ്രായം കൂടിയതാണ് ഇവിടെ സയോൺ. ബ്രൗൺ ബഡ്ഡിങ്ങിൽ 1 year old ആയിട്ടുള്ള ബഡ്സ് ഹാവിംഗ് ബ്രൗൺ കളർ ഈസ് യൂസ്ഡ് ആസ് സയോൺ. ആൻഡ് 10 months or more പ്രായമുള്ള റൂട്ട് സ്റ്റോക്കിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ ബഡ്ഡിങ്ങിൽ റൂട്ട് സ്റ്റോക്കിന്റെ ഏജ് എന്ന് പറയുന്നത് 4 to 5 months ഓൾഡ് മാത്രമാണ്. പിന്നെ സയോൺ ഇസ് 6 to 8 week ഓൾഡ് ആയിട്ടുള്ള ബഡ് വുഡ് ആണ് സയോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യങ് ബഡ്ഡിങ്ങിൽ റൂട്ട് സ്റ്റോക്ക് ഇസ് ലെസ് ദാൻ 2 months ഓൾഡും സയോൺ ഇസ് സ്റ്റിൽ യങ്ങർ ആണ്. സ്മോളർ സൈസ് ആയിട്ടുള്ള സയോണിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കേണ്ടത് ബ്രൗൺ ആൻഡ് ഗ്രീൻ ബഡ്ഡിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് റബ്ബറുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഓർത്തിരിക്കണം. അതിന്റെ ഏജും അറിഞ്ഞിരിക്കുക. പിന്നെ റബ്ബറിൽ വരുന്ന ചില പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അതായത് നമുക്കറിയാം ഇത് സീഡായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, ബട്ട് കമേഴ്ഷ്യലി ബഡ്ഡിംഗ് ആണ്. പിന്നെ അപ്പോൾ ഇതിൽ ചില പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതായത് സീഡ്ലിംഗ് സ്റ്റംസ്, ബഡഡ് സ്റ്റംസ്, സ്റ്റംപ്ഡ് ബഡ്സ്, പോളിബാഗ് പ്ലാന്റ്സ്, റൂട്ട് ട്രെയിനേഴ്സ്, ഇതൊക്കെ ഓരോ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണ്. സീഡ്ലിംഗ് സ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് വഴി നമ്മൾ നഴ്സറിയിൽ റേസ് ചെയ്യുന്ന സീഡ്ലിങ്സ്, അതായത് ഓൾറെഡി വിത്ത് പാകി സീഡ്ലിംഗ് ഉണ്ടായി
അതിൽ റൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ആ റൂട്ട്സിനെ ഒന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അങ്ങനെ അതിനെയാണ് സീഡ്ലിംഗ് സ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ബഡഡ് സ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡഡ് പ്ലാന്റ് ആണ്, ഓൾറെഡി ബഡ് ചെയ്ത ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ബഡ്ഡിങ് റീജിയണിൽ നിന്ന് ഒരു 7.5 സെന്റിമീറ്റർ മേലെ അതിനെ ട്രിം ചെയ്ത് മാറ്റും. അതാണ് ബഡഡ് സ്റ്റംസ്. എന്നിട്ട് അതിലും റൂട്ട്സ് ഒക്കെ ഉണ്ടാവും, അതിനെ ട്രിം ചെയ്ത്. ഇതൊക്കെ ഒരു പ്ലാന്റിങ് മെറ്റീരിയൽ ആണ് റബ്ബറിൽ ബഡഡ് സ്റ്റംസ്. സ്റ്റംപ്ഡ് ബഡ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് സ്റ്റോക്കിനെ ഒരു സ്റ്റംപായി കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഗ്രീൻ ബഡ്ഡിങ് ചെയ്യുന്നതിനാണ് സ്റ്റംപ്ഡ് ബഡ്സ് എന്ന് പറയുന്നത്. ഇനി പോളിബാഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സീഡ്സ് നമ്മൾ ഒരു ട്രേയിലൊക്കെ സോ ചെയ്ത് കഴിഞ്ഞ് അതിൽ ലീഫ് ഉണ്ടായി കഴിഞ്ഞ് പോളിബാഗിലേക്ക് മാറ്റുന്നതിന് പോളിബാഗ് പ്ലാന്റ്സ് എന്ന് പറയും. പിന്നെ റൂട്ട് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, കുറച്ച് നീളമുള്ള ഇതിന് ഏകദേശം ഒരു 26 സെന്റിമീറ്റർ ആണ് ഇതൊരു റൂട്ട് ട്രെയിനർ കപ്പ് എന്നാണ് ഇതിന് പറയാ, ഒരു കപ്പ് പോലെ. സോ ഇതിലേക്ക് നമ്മൾ പോട്ടിംഗ് മീഡിയം ഒക്കെ നിറച്ച് ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ പിക്ചറിൽ, ഇതാണ് നമ്മൾ റൂട്ട് ട്രെയിനർ കപ്പ്. ഇതിൽ നമ്മൾ റൂട്ടിംഗ് മീഡിയം ലൈക്ക് കോയർ പിത്തും അല്ലെങ്കിൽ നീം കേക്കും പോലുള്ള എന്താണ് പോട്ടിംഗ് മീഡിയം നമുക്ക് വേണ്ടത്, പിന്നെ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സീഡ്സിനെ അവിടെ പ്ലാന്റ് ചെയ്യും. സീഡിനെ സോ ചെയ്തിട്ട് സീഡ്ലിങ്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു ഹെൽത്തി പ്ലാന്റ് ആകുമ്പോഴത്തേക്കും റൂട്ട്സ്, അതായത് സീഡ്ലിംഗ് സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് സീഡ്ലിംഗ് ആകുമ്പോഴത്തേക്കും നമുക്കതിനെ അങ്ങനെ വലിച്ചൂരാൻ പറ്റും ആ പ്ലാന്റ് ട്രേയിൽ നിന്ന്. ജസ്റ്റ് ലൈക്ക് നമ്മളെ പ്രോട്രേ പോലെ തന്നെ, പക്ഷെ അതിന് പകരം ഒരു റൂട്ട് ട്രെയിനർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇതിലപ്പം നമുക്ക് റൂട്ട് ട്രെയിനർ കപ്പിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം റൂട്ട് നന്നായി വളരാൻ പറ്റും, അതിന് നല്ലൊരു സൗകര്യം ഉണ്ടെന്നാണ് റിസർച്ച് പറയുന്നത്. സോ റൂട്ട് ട്രെയിനേഴ്സ് ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് റബ്ബറാണ്, അതും ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് ഇതിന്റെ പ്ലാന്റ് സ്പേസിംഗ് ആണ്. ഹില്ലി ഏരിയാസിൽ സ്പേസിംഗ് ആണ് ഈ 6.7 into 3.4 പെർ പ്ലാന്റ് അക്കോമഡേഷൻ ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ POP-ലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സ്പേസിംഗ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫ്ലാറ്റ് ഏരിയാസ്, സ്ക്വയർ ആൻഡ് ട്രയാങ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ സീഡ്ലിങ്സ് ഇൻ ഹില്ലി ആൻഡ് ഫ്ലാറ്റ് ഏരിയാസിൽ അതിന് ഓരോ സ്പേസിംഗ് കൊടുത്തിട്ടുണ്ട്. പെർ ഹെക്ടറിൽ പ്ലാന്റ് പോപ്പുലേഷന് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ടാപ്പിംഗ് ചെയ്യുമ്പോൾ, റബ്ബറിൽ ടാപ്പിംഗ് ആണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പം ഇതിനൊരു ടാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ട്. അത് സീഡ്ലിംഗ് പ്ലാന്റ്സിലാണെങ്കിലോ ബഡഡ് പ്ലാന്റ്സിലാണെങ്കിലും അതിൻ്റെ ഹൈറ്റും പിന്നെ അതിൻ്റെ ഗിർത്തും, അതായത് സ്റ്റെമ്മിന് ഡയമീറ്റർ ഇത്ര ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ 55 സെന്റിമീറ്റർ ഓഫ് 50 സെന്റിമീറ്റർ ഹൈറ്റ് ആയിട്ടുള്ള സീഡ്ലിങ്സിന് വേണം നമ്മൾ ടാപ്പിംഗ് ചെയ്യാൻ. ഇനി ബഡഡ് പ്ലാന്റ്സിലാണെങ്കിൽ 125 സെന്റിമീറ്റർ ഹൈറ്റും 50 സെന്റിമീറ്റർ ഗിർത്തും ആയിരിക്കണം. അപ്പൊ സീഡ്ലിംഗ് പ്ലാന്റ്സിൽ സ്ലോപ്പ് കട്ട് എന്ന് പറയുന്നത് 25 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം, ബഡഡ് പ്ലാന്റ്സിൽ 30 ഡിഗ്രിയും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ഉണ്ട്, അതായത് ബഡഡ് ട്രീസിൽ ഹാഫ് സ്പൈറൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ടാപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ 100% അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് 100% ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അത് ബഡഡ് പ്ലാന്റ്സിൽ. ഇനി ക്ലോൺഡ് ആയിട്ടുള്ള സീഡ്ലിങ്സിലാണെങ്കിൽ ഹാഫ് സ്പൈറൽ എവറി 3 days നമ്മൾ ടാപ്പിംഗ് ചെയ്യാം, അത് സീഡ്ലിങ്സിൽ. ഇനി സ്മോൾ ഗ്രോവേഴ്സ് യൂഷ്വലി ചെയ്യുന്നത് ഹാഫ് സ്പൈറൽ ഡെയിലി ടാപ്പ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിച്ചു, 200%. അതായത് പക്ഷെ ഇങ്ങനെയുള്ള ഡെയിലി ടാപ്പിംഗ് സമയത്ത് വേറെ ഡിസീസസിനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടാപ്പിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് സ്പൈറൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡേയ്സിൽ വേണം നമ്മൾ ടാപ്പിംഗ് ചെയ്യാൻ. സോ ഇതാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റം. പിന്നെ പല ടാപ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. ലോ ഫ്രീക്വൻസി ടാപ്പിംഗ്, കൺട്രോൾ അപ്വേർഡ് ടാപ്പിംഗ്, ലാഡർ ടാപ്പിംഗ്, മൈക്രോ ടാപ്പിംഗ്, സ്ലോട്ടർ ടാപ്പിംഗ്. സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറയുന്നത് ഇന്റൻസീവ് ടാപ്പിംഗ് ആണ്. അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ആ പ്ലാന്റിൽ നിന്ന് മാക്സിമം മിൽക്ക് ലാറ്റക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യുന്നതാണ് സ്ലോട്ടർ ടാപ്പിംഗ്. അത് കുറെ ഇന്റൻസീവ് ടാപ്പിംഗ് ആണ് ഇതിന് പറയുക. പിന്നെ റബ്ബറിലുള്ള ചില മാർക്കറ്റബിൾ ഫോംസ്, അതായത് നമുക്കറിയാം റബ്ബർ ഷീറ്റ് പോലെ വേറെ കുറച്ച് ഫോംസുകളുണ്ട്. ദറ്റ് ഈസ് PFL എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ഫീൽഡ് ലാറ്റക്സ്, PFL. പിന്നെ ലാറ്റക്സ് കോൺസെൻട്രേറ്റ്, ഷീറ്റ് റബ്ബർ, ക്രീപ്പ് റബ്ബർ, ക്രംബ് റബ്ബർ, ഇതെല്ലാം ചില മാർക്കറ്റബിൾ ഫോംസ് ഓഫ് റബ്ബർ ആണ്. സോ
സോ അതാണ് റബ്ബറിനെ കുറിച്ചിട്ടുള്ള പോർഷൻസ്. ഇനി വരുന്നത് കാഷ്യൂ. കാഷ്യൂ നോൺ ആസ് സയന്റിഫിക്കലി ഇറ്റ് ഈസ് അനക്കാഡിയം ഓസിഡന്റേൽ അനക്കാഡേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ദി ഗോൾഡ് മൈൻ ഓഫ് വേസ്റ്റ് ലാൻഡ്. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 21% പ്രോട്ടീൻ, 22% ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, 47% ഓഫ് ഫാറ്റ് ഉണ്ട്. പിന്നെ ഒരു നോർമൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 7x7 അപ് ടു 10x10 മീറ്റർ വരെ നമുക്ക് നോർമൽ സ്പേസിംഗ് ചെയ്യാവുന്നതാണ് കാഷ്യൂല്. ബട്ട് ഹൈ ഡെൻസിറ്റിയിൽ 4x4 ഓർ 5x5 ഓർ 8x4 മീറ്ററിൽ ഹൈ ഡെൻസിറ്റിയിൽ സ്പേസിംഗ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇന്റർ ക്രോപ്പ് ഇസ് പൈനാപ്പിൾ. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇസ് 750, 325, 750 grams ഓഫ് NPK per tree per year. പിന്നെ കേരളത്തിൽ 70% ഓഫ് ഏരിയ ഇസ് കൾട്ടിവേറ്റഡ് വിത്ത് കാഷ്യൂ. മെയിൻ ആയിട്ട് എവിടെയാണ്? കണ്ണൂരും കാസർഗോഡും ആണ് കാഷ്യൂ പ്ലാന്റേഷൻ ഉള്ളത്. കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്ന് പറയുന്നത് കൊല്ലമാണ്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രോസസ്സിംഗ് അല്ലെ. എത്ര വർഷം വരെ ടാപ്പിംഗ് നടത്താൻ പറ്റും? ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഇതില് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ കാഷ്യൂല് മെയിൻ ആയിട്ട് വരുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് ഇത് ഹാൻഡ്ലിങ്ങിന്റെ ചില പ്രോസസ് ഉണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് സോഫ്റ്റനിങ് അല്ലെങ്കിൽ റോസ്റ്റിംഗ്. സോ മെയിൻ ആയിട്ടും ഫസ്റ്റ്, അതായത് നമ്മുടെ കാഷ്യൂ ആദ്യം പ്രോസസ്സിങ്ങിലേക്ക് പോകുന്ന സമയത്ത് കാഷ്യൂ പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് റോസ്റ്റിംഗ്. സോ റോസ്റ്റിങ്ങിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും അതിന്റെ ആ ഷെല്ലുണ്ടല്ലോ, ഷെല്ലൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി, സോഫ്റ്റ് ആക്കി ഈസി ആയിട്ട് കേണലാണ് ഉള്ളിലുള്ള കേണലാണ് നമ്മൾ എഡിബിൾ പോർഷൻ. സോ അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റിംഗ് ചെയ്യുന്നത്. റോസ്റ്റിംഗ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട് ഷെൽ ലിക്വിഡ്, CNSL എന്ന് പറഞ്ഞിട്ടുള്ള കാഷ്യൂനട്ട് ഷെൽ ലിക്വിഡും കൂടെ അതിൽ നിന്ന് കിട്ടും നമുക്ക് റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ. പിന്നെ ഷെല്ലിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഷെല്ലുണ്ട്, അത് ഈസി ആയിട്ട് റിമൂവ് ആവും ഷെല്ലിങ്ങിലേക്കൂടെ. അപ്പൊ ഷെല്ലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഷെല്ലിംഗ്. പീലിംഗ് എന്ന് പറയുന്നത് കേണൽസിന് ചുറ്റും ഒരു സ്കിൻ ഉണ്ടാവും, ഒരു ഔട്ടർ ഒരു ബ്രൗൺ കളർ സ്കിൻ ഉണ്ടാവും. അത് ഈസി ആയിട്ട് ഒരു പിന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ഹാൻഡ് നൈഫ് ഉണ്ടാവും, അത് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് പീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോ ഈ പീലിംഗ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാഷ്യൂ നമ്മുടെ കേണൽസ് കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ കിട്ടി. അതിന് ഒരു സിമെന്റ് ഫ്ലോർ വെയിലത്തിട്ടിട്ട് അതിനെ ഉണക്കാൻ വെക്കും, ഡ്രൈയിങ്. സോ ഡ്രൈയിങ് മാത്രമല്ല, അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മാക്സിമം മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് അത് വെക്കുന്നത്. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഗ്രേഡിങ്ങിന്റെ സമയത്ത് കേണൽസ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. സിമെന്റ് ഫ്ലോറിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കും പീലിംഗ് വരെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് എന്താണ് ഈസി ആയിട്ട് ബ്രേക്ക് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രേഡിങ് ചെയ്യും. കമേഴ്ഷ്യലി 26 ഗ്രേഡ്സ് ഉണ്ട് കാഷ്യൂല്. അതായത് ഹോൾ നട്ട്സ് ആയിട്ടും സ്പ്ലിറ്റ്സ് ഒക്കെ ആയിട്ട്, അതായത് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ 2 പോർഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ 2 കോട്ടിലീഡൽസ് ഒരുമിച്ചായി നിൽക്കണേ, അതായത് ഫുൾ ആയിട്ട് നിൽക്കുന്നതിന് ഹോൾ ഗ്രേഡ്സ് എന്ന് പറയും. ഇനി ഗ്രേഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ട് പാക്കിങ്ങും ചെയ്യും. ഇതൊക്കെയാണ് കാഷ്യൂലെ പ്രോസസ്സിംഗ് മെത്തേഡ്സ് വരുന്നത്. മേജർ ആയിട്ടുള്ള ഗ്രേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. പിന്നെ 180 W180 എന്ന് പറയുന്നത് കിങ് ഓഫ് കാഷ്യൂ ആണ്, അതായത് ഏറ്റവും ലാർജർ സൈസ് ആണ് ആൻഡ് എക്സ്പെൻസീവ്. പിന്നെ W210 ദാറ്റ് ഈസ് ജംബോ നട്ട്സ്. പിന്നെ 240 അട്രാക്റ്റീവ് ഗ്രേഡ് ആണ്. 320 is the most popular grade among the cashew kernels and highest in terms of availability. കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രേഡ് കിട്ടുന്ന ഈ ഒരു ഗ്രേഡിലായിരിക്കും നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാഷ്യൂ കിട്ടുന്നത്, W320. പിന്നെ 450 is the smallest and cheapest grade. പിന്നെ അതോടൊപ്പം ചീപ്പസ്റ്റ് ആയിട്ടുള്ള നട്ട്സ് ആണ് W500 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഗ്രേഡ്സ്. പിന്നെ ഇതിലുള്ള ചില വെറൈറ്റീസും കൂടെ നമുക്ക് നോക്കാം. KU റിലീസ് ആയിട്ടുള്ള ഏർലി, മിഡ് ആൻഡ് ലേറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഏർലി വെറൈറ്റീസ് ആണ് മാടക്കത്ര 1, അനക്കയം 1, ശ്രീ വിച്ച് ഇസ് ടോളറന്റ് ടു ടി മസ്കിറ്റോ ബഗ്.
സോ ഇതാണ് ഏർലി വെറൈറ്റീസ്. പിന്നെ ലേറ്റ് വെറൈറ്റീസിൽ മാടക്കത്ര 2, സുലഭ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം ക്വസ്റ്റിൽ ചോദിക്കാം, ശ്രീ ഈസ് എ വെറൈറ്റി ഓഫ് കാഷ്യൂ. അത് അറിയാം. പിന്നെ അത് ഏർലി ആണോ മിഡ് ആണോ ലേറ്റ് ആണോ എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. മിഡ് ബാക്കി ഇത്രയും മിഡ് വെറൈറ്റീസിൽ വരുന്നുണ്ട്. ലേറ്റ് വെറൈറ്റീസിൽ ആകെ മാടക്കത്ര 2ഉം സുലഭ മാത്രമേ വരുന്നുള്ളൂ. സോ ഇത് ഈസി ആയിട്ട് ഓർമ്മിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ കിങ് ഓഫ് നട്ട്സ് നമ്മുടെ ഇപ്പൊ നമ്മൾ ഗ്രേഡ് പഠിച്ചിരുന്നു W180. അതിൽ വരുന്ന 3 വെറൈറ്റീസ് ആണ് ഈ പ്രിയങ്ക, അക്ഷയ, അനഘ. പ്രിയങ്ക, അക്ഷയ, അനഘ 3ഉം മിഡ് വെറൈറ്റി ആണ്. പിന്നെ പട്ടന്നൂർ 1 എന്ന് പറയുന്നത് ഈ കാഷ്യൂ നട്ട് ഷെൽ ലിക്വിഡ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള വെറൈറ്റി ആണ് പട്ടന്നൂർ 1. പിന്നെ മൃദുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്വാർഫ് വെറൈറ്റി. പിന്നെ KU റീസെന്റ് റിലീസ്ഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് KU നിഹാര, വിച്ച് ഈസ് ദി ഫസ്റ്റ് ഡ്വാർഫ് ടൈപ്പ് കാഷ്യൂ വെറൈറ്റി റിലീസ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ. പിന്നെ കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ ബാപ്പട്ല എന്ന് റിലീസ് ആയിട്ടുള്ള 11ഓളം വെറൈറ്റീസ് ഉണ്ട്. BPP 1 to 11 വരെ ഉണ്ട്. ഇതിൽ 8 എണ്ണം വരെ 8 എണ്ണത്തിൽ 3 എണ്ണം ഹൈബ്രിഡ്സ് ആണ്. പക്ഷെ ഇത് ഇത്രയും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് എന്താണ് BPP 1 എന്നൊക്കെ പറഞ്ഞാൽ ഹൈബ്രിഡ് ട്രീ നമ്പർ ആണിത്. ട്രീ നമ്പർ 1, ട്രീ നമ്പർ 273 ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് BPP എന്ന് പറഞ്ഞാൽ CR കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ ബാപ്പട്ല എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് കാഷ്യൂവിന്റെ വെറൈറ്റി ആണെന്നും ഓർത്താൽ മതി. പിന്നെ വെങ്കുർല മഹാരാഷ്ട്ര എന്ന് റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. വെങ്കുർല 1 to 8 വരെ. പിന്നെ വിരുദാചലം തമിഴ്നാട് TNA എന്നൊരു റിസർച്ച് സ്റ്റേഷൻ ആണ് വിരുദാചലം റിലീസ് ചെയ്ത 5 വെറൈറ്റീസ് ഉണ്ട്. VRI 1 to 5. അതിൽ 5 മാത്രമാണ് ഹൈബ്രിഡ്. VRI 5 ഇസ് എ ഹൈബ്രിഡ്. ഇത് ഗോവ, ഒറീസ, വെസ്റ്റ് ബംഗാൾ അവിടെ നിന്നൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഭുവനേശ്വർ, ജഗന്നാഥ്, ബാലഭദ്ര, ഗോവ 1, ജർഗ്രാം 2 ഇതൊക്കെ വെറൈറ്റീസ് ആണ്. പിന്നെ കൊക്കോ വൈഗൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് കൊക്കോ, തിയോബ്രോമ കാക്കോ. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഫുഡ് ഓഫ് ഗോഡ്. And area, in terms of area, Tamil Nadu stands first. In terms of production, Andhra stands first. And in terms of productivity, Kerala stands first. When it is a gametophytic self-incompatibility കാണിക്കുന്ന ഒരു ക്രോപ്പാണ് കൊക്കോ എന്ന് മനസ്സിലാക്കുക. കമേഴ്ഷ്യൽ പ്രോപ്പഗേഷൻ സീഡ്സ് ആണ്. പിന്നെ ഇതിന്റെ അഗൈൻ നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹസ്ക് തിക്നെസ് ഷുഡ് ബി ലെസ് ദാൻ 1 centimeter. പോഡ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 12. പോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോട്ട്സ് ടു ഗിവ് 1 kg വെറ്റ് ബീൻസ്. എത്ര പോട്ട്സ് ഉണ്ടാക്കിയാലാണ് ടോട്ടൽ 1 kg ആവുന്നത് എന്നുള്ളതാണ് പോഡ് വാല്യൂ. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 12. പിന്നെ നോർമൽ സൈസ് ബീൻസ് പെർ പോഡ്, അതായത് എത്ര ബീൻസ് ഉണ്ടാവും പെർ പോഡിൽ. ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 35 ബീൻസ് പെർ പോഡ് ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് ഐഡിയൽ ഫോർ സെലക്ഷന് പറ്റിയ ഒരു സംഭവമാണ്, ഒരു ട്രീ ആണ്. പിന്നെ ബീനിന്റെ ഡ്രൈ വെയിറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 gram. പിന്നെ ഇതിൽ വരുന്ന മെയിൻ 3 കൾട്ടിവേഴ്സ് ആണ് ക്രിയോളോ, ഫോറസ്ട്രോ ആൻഡ് ട്രിനിറ്റേരിയോ. ഫോറസ്ട്രോ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ടൈപ്പ് അണ്ടർ ദി ഇന്ത്യൻ കണ്ടീഷൻ. ട്രിനിറ്റേരിയോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നാച്ചുറൽ ഹൈബ്രിഡ് ബിറ്റ്വീൻ ക്രിയോളോ ആൻഡ് ഫോറസ്ട്രോ. പിന്നെ നമ്മുടെ KUയിൽ അഡോപ്റ്റ് ചെയ്യുന്ന propagation technique ആണ് patch budding. Rootstock should be of 6 to 12 month old age and scion. Chupons with brown bark and just hardened leaves. Chupons എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷൂട്ട്സിനെയാണ് ചുപ്പോൺസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലിന് ജോർഗറ്റ് എന്ന് പറയും. സോ ചുപ്പോൺസ് എന്ന് പറയുന്നത് ചുപ്പോൺസ് വിത്ത് ബ്രൗൺ ബാർക്ക് ആൻഡ് ജസ്റ്റ് ഹാർഡൻഡ് ലീവ്സ് ആണ് നമ്മൾ സയോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ബാർക്ക് ആയിട്ടുള്ളത് സയോൺസ്. പിന്നെ റൂട്ട് സ്റ്റോക്ക് ഷുഡ് ബി ഓഫ് 6 to 12 month ഓൾഡ് സൈസ് ഏജ്. പിന്നെ സ്പേസിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന്റെ സ്പേസിങ് കൊക്കോന്റെ സ്പേസിങ് 2.7 to 3 meter വരെ നമുക്ക് പോവാം. കോക്കനട്ട് ഗാർഡൻസിൽ കൊക്കോനെ ഒരു ഇന്റർപ്ലാന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്പേസിങ് ഇസ് 3 meter by 7.5 meter. കോക്കനട്ടിന്റെ ഒരു പ്ലാന്റ് സ്പേസിങ് വന്ന് നമ്മൾ നേരത്തെ പല മെത്തേഡ്സ് നോക്കി. അതിൽ ഒരു ഓപ്റ്റിമം അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുന്ന ഒരു പ്ലാന്റ് സ്പേസിംഗ് ആണ് 7.5 by 7.5. അപ്പൊ ഒരു കൊക്കോ ഇന്റർക്രോപ്പ് ആയിട്ട് പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്പേസിംഗ് ആണ് 3 by 7.5. അരക്കനട്ട് ഗാർഡൻസിൽ കൊക്കോനെ പ്ലാന്റ് ചെയ്യുമ്പോൾ 5.4 by 2.7 meter ആണ് പറയുന്നത്.
ഇനി ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇസ് 100, 40 and 140. ജസ്റ്റ് ലൈക്ക് നമ്മുടെ റെക്കനറ്റിലും ഇതേ സ്പേസിങ് തന്നെയാണ്. സോറി, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ് 100, 40, 140 ഗ്രാംസ്. പക്ഷെ ഇത് രണ്ട് ഈക്വൽ സ്പ്ലിറ്റിലായിട്ടാണ് ഏപ്രിൽ മെയിലും സെപ്റ്റംബർ ഒക്ടോബറിലായിട്ടാണ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ പറയുന്നത്. പിന്നെ വരുന്നത് ഇതിനൊരു മെച്യൂരിറ്റി ഏകദേശം 150 to 170 ഡേയ്സ് വരെ പറയാം. വെറൈറ്റിക്ക് അനുസരിച്ച് ഇത് മാറും. പിന്നെ ഹാർവെസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തി എന്ന് പറയുന്നത് അതിന്റെ കോഡിന്റെ കളർ ചേഞ്ച് ഇൻഡിക്കേഷനിലാണ്. പിന്നെ കൊക്കോയില് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഫെർമെന്റേഷൻ മെത്തേഡ്സ് ആണ്. 4 ടൈപ്പ് ഓഫ് ഫെർമെന്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഹീറ്റ് മെത്തേഡ്, ട്രേ മെത്തേഡ്, ബോക്സ് ആൻഡ് ബാസ്ക്കറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഏകദേശം ഹീറ്റ് മെത്തേഡിൽ 50 kg ഓർ മോർ ആയിട്ടുള്ള ബീൻസ് വരെ നമുക്ക് അതിലേക്ക് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. ഫെർമെന്റേഷൻ ഏകദേശം 6 days ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റഡ് ആവും. ട്രേ മെത്തേഡിൽ പെർ ട്രേ 10 kg വെറ്റ് ബീൻസ് നമുക്ക് വെക്കാവുന്നതാണ്. 4 days ഫെർമെന്റേഷൻ കംപ്ലീറ്റഡ് ആവും. പിന്നെ ബോക്സ് മെത്തേഡിൽ 1 ton പെർ ബോക്സ് വെക്കാം. 3 to 5 days ഫെർമെന്റേഷൻ കംപ്ലീറ്റ് ആവും. ബാസ്ക്കറ്റ് മെത്തേഡിൽ 2 to 6 kg ഓഫ് വെറ്റ് ബീൻസോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫെർമെന്റേഷൻ കംപ്ലീറ്റ്സ് ഇൻ 6 days. അപ്പോൾ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, എത്ര ഡേയ്സിലാണ് ഫെർമെന്റേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ എൻഡ് പോയിന്റ് ഓഫ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് പ്ലംബ് ഫിൽഡ് വിത്ത് റെഡിഷ് ബ്രൗൺ എക്സുഡേറ്റ്. അത് പ്ലംബായി ബീൻസ് എല്ലാം പ്ലംബി നല്ല വലുതായി തുടുത്ത് വലുതായ ഒരു രീതിയിൽ. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ കളർ ഒരു ഫ്ലൂയിഡ് വരുന്ന ഒരു സ്റ്റേജിലാണ് ഫെർമെന്റേഷൻ എൻഡ് ആയി നമുക്ക് പറയാൻ പറ്റുക. ബ്ലീച്ച്ഡ് അപ്പിയറൻസ് ഇൻ ദ സെന്റർ വിത്ത് എ ബ്രൗൺ റിംഗ് ഇൻ പെരിഫറി. സോ ഇതും ഒരു എൻഡ് പോയിന്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബ്ലീച്ച്ഡ് അപ്പിയറൻസ്. ഒരു വെളുത്ത പോലെ ഉണ്ടാവും, എന്നാൽ ഒരു ബ്രൗൺ റിംഗ് ഉണ്ടാവും പെരിഫറിയിൽ, ഔട്ടർ മാർജിനിൽ ഒരു ബ്രൗൺ കളർ റിംഗ്. സോ അതാണ് ജഡ്ജ്മെന്റ്, എൻഡ് പോയിന്റ് ജഡ്ജ് ചെയ്യുന്ന ഒരു ഫാക്ടർ. പിന്നെ KU റിലീസ് ആയിട്ടുള്ള ചില വെറൈറ്റീസ് ആണ്. ആദ്യത്തെ CCRP 1 to 7 വരെ ഇറ്റ്സ് എ സെലക്ഷൻ. പിന്നെ 8 to 15 വരെ, അതായത് 8, 9, 10 ഒരു 15 വരെ ഉള്ളതെല്ലാം ഹൈബ്രിഡ്സ് ആണ് ശരിക്കും അതെല്ലാം. പിന്നെ CCRP 15 വരെ KU റിലീസ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി 2 ക്രോപ്പ് കൂടിയാണ് ഉള്ളത്, കോഫി ആൻഡ് ടീ. കോഫിയ സ്പീഷീസ്, ഇറ്റ്സ് എ ഷോർട്ട് ഡേ പ്ലാന്റ്. പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ 2 മേജർ സ്പീഷീസ് ആണുള്ളത്. ഒന്ന് അറബിക്ക കോഫിയും പിന്നെ റൊബസ്റ്റ. അറബിക്ക ഇസ് കോഫി അറബിക്ക, ഇറ്റ് ഈസ് എ സെൽഫ് പോളിനേറ്റഡ് സ്പീഷീസ് ആണ്. റൊബസ്റ്റ കാനിഫോറ ക്രോസ് പോളിനേറ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് സ്റ്റെറൈൽ ആണ്. സെൽഫ് സ്റ്റെറൈൽ മീൻസ് സെൽഫായിട്ട് ഇത് പോളിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ക്രോസ് പോളിനേറ്റഡ്. കോഫിയ കാനിഫോറ, റൊബസ്റ്റ. പിന്നെ ട്രീ കോഫി എന്നൊന്നുണ്ട്, കോഫിയ ലൈബേറിക്ക ട്രീ കോഫി. അതൊരു സ്പീഷീസ്, അങ്ങനെ ഒരു സ്പീഷീസ് കൂടെ ഉണ്ട്. മെയിനായിട്ടും അത് ഒരു വിൻഡ് ബ്രേക്ക് ഒക്കെ ആയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ട്രീ കോഫി. പിന്നെ കോഫി ബെറി. അപ്പൊ കോഫി എന്ന് പറഞ്ഞത് ഒരു ബെറി ആണ്. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 മെയിൻ പോർഷൻ, 3 മേജർ പാർട്സ് ആണ് അതിലുള്ളത്. ഒന്ന് പാർച്ച്മെന്റ്. പാർച്ച്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ എൻഡോകാർപ്പാണ്, അതായത് ഉള്ളിലുള്ള പോർഷനാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ദി പാർച്ച്മെന്റ്. പിന്നെ ഒരു സിൽവർ സ്കിൻ വിച്ച് ഇസ് ദി തിൻ ആൻഡ് സിൽവറി ടെസ്റ്റ എന്ന് പറയുന്നത് എന്താണ്, സീഡ് കോട്ട്, അതൊരു സിൽവർ കളർ ആയിരിക്കും, അതിന് സിൽവർ സ്കിൻ എന്നാണ് പറയാം. പിന്നെ മീസോകാർപ്പ് വിച്ച് ഇസ് ദി സോഫ്റ്റ് ആൻഡ് പൾപ്പി ഫ്ലഷി ആയിട്ടുള്ള പോർഷനാണ് മീസോകാർപ്പ്. പിന്നെ ചില ടേംസ് ഉണ്ട്. സ്റ്റാർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അറബിക്ക കോഫിയിൽ ഫ്ലവർ മാൽഫോർമേഷൻ സംഭവിക്കുന്നതിനാണ് സ്റ്റാർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു അൺഫേവറബിൾ വെതർ കണ്ടീഷൻസിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അതിന് സ്റ്റാർ ഫ്ലവേഴ്സ് എന്ന് പറയും. പീബെറി എന്ന് പറഞ്ഞാൽ സിംഗിൾ സീഡഡ് ഫ്രൂട്ടിനെയാണ് പീബെറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അബോർഷൻ ഓഫ് 1 ഓവ്യൂൾ. ഒരു സീഡ് അബോർട്ടായി പോയി, അപ്പോൾ സിംഗിൾ സീഡ് മാത്രം ഉണ്ടാകുന്ന കണ്ടീഷന് പീബെറി എന്ന് പറയും. ട്രയേജ് എന്ന് പറഞ്ഞാൽ നോർമലി 2 ആണ് സീഡ് ഉണ്ടാവുക, അതിന് പകരം 3 or more സീഡ് ഉണ്ടാവുന്നതിന് ട്രയേജ് എന്ന് പറയും. എലഫന്റ് ബീൻസ് എന്ന് പറയുന്നത് പെർ ലൊക്യൂളിൽ മോർ ദാൻ 1 ഓവ്യൂൾ ഉണ്ടെങ്കിൽ അതിന് എലഫന്റ് ബീൻസ് എന്ന് പറയും. സോ ഇതൊക്കെ ചില ടേംസ് ആണ് കോഫി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ സീഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെജിറ്റേറ്റീവ് മെത്തേഡിലാണെങ്കിൽ സിംഗിൾ നോട്ട് കട്ടിങ്സ്, ടെർമിനൽ കട്ടിങ്സ്, മാലറ്റ് കട്ടിങ്സ് എന്നൊക്കെ പറഞ്ഞ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ഉണ്ട്. ഇനി ചില വെറൈറ്റീസ് നോക്കാം. അറബിക്ക as well as റോബസ്റ്റ.
അറബിക്ക കോഫി വെറൈറ്റീസ് ആണ് ഈ സെലക്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ 1 വിച്ച് ഇസ് എ പ്യുവർ ലൈൻ സെലക്ഷൻ ബിറ്റ്വീൻ ദ ട്രീ കോഫി ആൻഡ് അറബിക്ക കോഫി. അതായത് നാച്ചുറൽ ഹൈബ്രിഡ് ആണ് ട്രീ കോഫിയും അറബിക്ക കോഫിയും തമ്മിൽ നാച്ചുറലി ക്രോസിംഗ് നടന്ന് അതിൽ നിന്ന് പ്യുവർ ലൈൻ സെലക്ഷൻ ചെയ്തതാണ് സെലക്ഷൻ 1. പിന്നെ സെലക്ഷൻ 3 it is denoted as S795 which is the most widely cultivated Arabica coffee variety. അപ്പോൾ S795. പിന്നെ സെലക്ഷൻ 5 ആണ് ദേവമാച്ചി ഇൻറ്റു വൈൽഡ് അറാബിക്ക. സെലക്ഷൻ 6 റോബസ്റ്റ കൾട്ടിവാർ S275 ക്രോസ്ഡ് വിത്ത് കെൻഡ് അറാബിക്ക. പിന്നെ സെലക്ഷൻ 7 സാൻഡ്രോമൻ എന്ന് പറയുന്നത് ഡ്വാർഫ് അറബിക്ക മ്യൂട്ടന്റ് ആണ്. It is crossed with other Arabica and this is suitable for high density planting because Sandroman ഒരു dwarf mutant ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സെലക്ഷൻ 7 is also dwarf in nature and it is highly suitable for high density planting. പിന്നെ സെലക്ഷൻ 8 is a pure line selection of HDT എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡോ ഡി ടൈമർ HDT. അതായത് ടൈമർ ഐലൻഡ്സിൽ നിന്ന് നാച്ചുറൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു നാച്ചുറൽ ഹൈബ്രിഡ് ഉണ്ടായി റോബസ്റ്റയും അറബിക്കയും തമ്മിൽ ക്രോസ് ആയിട്ട് ടിമോർ ഐലൻഡ്സ്. സോ അതിനാണ് ഹൈബ്രിഡോ ഡി ടിമോർ എന്ന് പറയുന്നത് HDT. പിന്നെ കട്ടുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബിക്ക കോഫി വെറൈറ്റി കൂടി ഉണ്ട്. ഇറ്റ് ഈസ് എ സെമി ഡ്വാർഫ് അറബിക്ക കോഫി വെറൈറ്റി. പിന്നെ സെലക്ഷൻ 9 HDT ക്രോസ് വിത്ത് അറബിക്കാസ്. പിന്നെ സെലക്ഷൻ 10 കട്ടുറ ക്രോസസ് ആണ്. അങ്ങനെ കുറച്ച് സെലക്ഷൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ അതല്ലാതെ വരുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി ഇസ് എ ക്രോസ് ബിറ്റ്വീൻ കട്ടുറ ഇൻറ്റു HDT. പിന്നെ ചന്ദ്രഗിരി വില്ല സെർച്ചി ഇൻറ്റു HDT. അപ്പോൾ കാവേരി, ചന്ദ്രഗിരി ഇതൊക്കെ അറാബിക്ക കോഫി വെറൈറ്റീസ് ആണ്. റോബസ്റ്റ വെറൈറ്റീസിലാണ് സെലക്ഷൻ 1R 2R 3R ഇതൊക്കെ ഓരോ സെലക്ഷൻസ് ആണ്. അറാബിക്ക റോബസ്റ്റ വെറൈറ്റീസ് ആണ്. പിന്നെ മാനുവറിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്രീ ദാറ്റ് ഈൽഡ്സ് മോർ ദാൻ 60 ഫ്രൂട്ട്സ് പെർ ഇയർ അതിൻ്റെ ഒരു recommendation is 280 to 80 grams of NPK per tree per year. Then Arabica matures in 8 to 9 months and Robusta matures in 10 to 11 months. പിന്നെ ഇതിൽ വരുന്നത് കോഫിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് ഉണ്ട്. ഒന്ന് വെറ്റ് പ്രോസസ്സിംഗ് ആൻഡ് ഡ്രൈ പ്രോസസ്സിംഗ്. വെറ്റ് പ്രോസസ്സിംഗ് ഇസ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പാർച്ച്മെന്റ് കോഫി. ഡ്രൈ പ്രോസസ്സിംഗ് ഇസ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ചെറി കോഫി. അത് അറിഞ്ഞിരിക്കണം. ചെറി കോഫി ഡ്രൈ പ്രോസസ്സിംഗ് ഇസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ് എന്ന് വെച്ചാൽ ചെറി കോഫിയാണ്. അപ്പോൾ വെറ്റ് പ്രോസസ്സിങ്ങിലുള്ള മെത്തേഡ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം. ഹാർവെസ്റ്റ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഉള്ളൂ. ഒരു ടീന്റെ ഒരു പോർഷൻ കൂടി കവർ ചെയ്യാനുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ? ഇനി ഒരു പോർഷനും കൂടി ഒരു ക്രോപ്പ് കൂടി കവർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ അത് വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും. എന്താ വേണ്ടത്? ഓഡിബിൾ ആണോ? അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ?
അടുത്ത ക്ലാസ്സിൽ വേണമെന്നാണോ അല്ല ഇപ്പൊ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണോ? ഓഡിബിൾ ഇസ് മാം കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ നമുക്ക് കോഫിയിലുള്ള 2 പ്രോസസ്സിംഗ് ആണ്, വെറ്റ് ആൻഡ് ഡ്രൈ. വെറ്റ് പ്രോസസ്സിങ്ങിലുള്ള സ്റ്റേജസ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ പൾപ്പിംഗ്. നമുക്കറിയാം പാർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻഡോകാർപ്പാണ്. സോ എൻഡോകാർപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൾപ്പിംഗ് എല്ലാം ചെയ്യണം. അതായത് ഉള്ളിലുള്ള ഫ്ലഷ് എല്ലാം റിമൂവ് ചെയ്ത് വേണം നമ്മൾ എന്താ ചെയ്യുക, പാർച്ച്മെന്റിലേക്ക് എത്താൻ, എൻഡോകാർപ്പിലേക്ക് എത്താൻ. സോ അതിൽ തന്നെ ഇപ്പം സ്റ്റേജ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആദ്യം ഹാർവെസ്റ്റ് ചെയ്യുന്നു, പൾപ്പിംഗ്, അതായത് ഫ്ലഷ് എല്ലാം എടുത്തു മാറ്റുന്നു. പിന്നെ ആ മ്യൂസിലേജ് വഴുവഴുപ്പുള്ള ഒരു സംഭവം ഉണ്ട്, അതിനെ മാറ്റണം, റിമൂവ് ചെയ്യണം. അത് മാറ്റണമെങ്കിൽ നമുക്ക് ചില ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നാച്ചുറലായിട്ട് ഫെർമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കലീസ് വെച്ചിട്ട് ഫെർമെന്റ് ചെയ്യാവുന്നതാണ്. ആൽക്കലി ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് മ്യൂസിലേജ് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റിമൂവൽ ഇൻ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂസിലേജ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മ്യൂസിലേജ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യണം. ടാപ്പ് വാട്ടറിൽ 3 to 4 ടൈംസ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ പൾപ്പെല്ലാം റിമൂവ് ആയി, മ്യൂസിലേജും റിമൂവ് ആയി, പാർച്ച്മെന്റ് അതായത് നമ്മുടെ എൻഡോകാർപ്പിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് വാഷ് ചെയ്ത എൻഡോകാർപ്പിനെ ഡ്രൈ ചെയ്യുന്നു. അതോടെ വെറ്റ് പ്രോസസ്സിംഗ് കഴിഞ്ഞു. സോ നമുക്ക് പാർച്ച്മെന്റ് കോഫി കിട്ടി. അതാണ് ഈ ഒരു പ്രോസസ്സ്. നെക്സ്റ്റ് വരുന്നത് ഡ്രൈ പ്രോസസ്സിംഗ്, ദാറ്റ് ഈസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ചെറി കോഫി. ചെറി കോഫി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പൾപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നില്ല, മ്യൂസിലേജ് റിമൂവലും ഇല്ല. അതായത് ആസിഡ് ഹാർവെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റിനെ അങ്ങനെ തന്നെ ഡ്രൈയിങ് യാർഡിൽ കൊണ്ടുപോയി ഉണക്കുന്നു. ഉണക്കുന്ന രീതി എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഇൻ യാർഡ്, ഡ്രൈയിങ് യാർഡ്, ഹീപ്പ് അപ്പ്, കവർ ഇൻ ദ ഈവനിങ്. അതായത് ഇങ്ങനെ ഒരു കൂന പോലെ കൂട്ടി ഇട്ട് അതിനിങ്ങനെ മിക്സ് ചെയ്യണം. ഡ്രൈ ചെയ്ത് ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 12 to 15 ഡേയ്സ് വരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, ഹീപ്പ് ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനെ ഇങ്ങനെ ഹീപ്പ് ചെയ്ത് വെച്ച് കവർ ചെയ്യും. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് സ്പ്രെഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ ഹീപ്പ് ചെയ്യും. അങ്ങനെ ഒരു 10-12 ദിവസം ഇതേപോലെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഡ്രൈ ചെയ്യും. ഡ്രൈ കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് റാക്ലിംഗ് സൗണ്ട്. അതായത് നമ്മളിങ്ങനെ ഒരു വടി വെച്ച് ഇങ്ങനെ തട്ടുമ്പോൾ സൗണ്ട് ഇങ്ങനെ ഒരു തിരികിൽ സൗണ്ട് പോലെ ഒരു ഷെയ്ക്കിങ്, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാർച്ച്മെന്റ് ഇങ്ങനെ അനങ്ങുന്ന ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കുക. അപ്പോൾ നമുക്കറിയാം ഡ്രൈ ആയി, കംപ്ലീറ്റ്ലി ഡ്രൈ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഗണ്ണി ബാഗിൽ പാക്ക് ചെയ്യാവുന്നതാണ്. ഗ്രേഡിങ് ആൻഡ് സോർട്ടിംഗ് ഒക്കെയാണ് അടുത്ത പരിപാടി. സോ ഇതാണ് ഡ്രൈ പ്രോസസ്സിംഗ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ചെറി കോഫി. പിന്നെ ഔട്ടേൺ, വിച്ച് ഇസ് ദി റേഷ്യോ ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ടു ക്ലീൻ സീഡ്സ്. അതിന്റെ റേഷ്യോ ഔട്ടേൺ എത്രയാണെന്ന് ചോദിച്ചാൽ അറബിക്കൻ്റെ ഔട്ടേൺ 6:1 ആണ്. പിന്നെ റോബസ്റ്റയിൽ 5:1. അപ്പോൾ ഫ്രഷ്ലി ഹാർവെസ്റ്റ് ചെയ്യുന്ന 6 എത്രയാണോ 6% എത്രയാണോ അതിന്റെ റേഷ്യോ, അതായത് ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ടു ക്ലീൻ സീഡ്, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ടേൺ എന്ന് പറയുന്നത് ആകെ 1 ആണ്. പിന്നെ റോബസ്റ്റയിൽ 5:1 അതാണ് ഔട്ടേൺ വരുന്നത്. റോബസ്റ്റയിലും അറബിക്കയിലുമാണ് ഇതിന്റെ ഔട്ടേൺ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ക്രോപ്പാണ് നമ്മുടെ ടീ, കമേലിയ സ്പീഷീസ്. ഇതിൽ തന്നെ 2 സ്പീഷീസ് ഉണ്ട്, ഒന്ന് അസാം ആൻഡ് ചൈന. അസാം ജാറ്റ്സ് ആണ് കാഷ്യ അസാമിക്ക, ചൈന ജാറ്റ്സ് കമേലിയ സൈനൻസിസ്. ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്. അസാം സ്പീഷീസ് എല്ലാം, അസാമിക്ക സ്പീഷീസ് ഹൈ ഈൽഡ് ആണ്, ലാർജ് ഗ്ലോസി ലീവ്സ്, മീഡിയം ക്വാളിറ്റി ആണ്, ബട്ട് ദേ ആർ ഹൈലി സസെപ്റ്റബിൾ ടു ഡ്രൗട്ട് ആൻഡ് ഫ്രോസ്റ്റ്. പിന്നെ സ്പാർസ് ഫ്ലവറിങ്, വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. ചൈന സ്പീഷീസ് ആണ്, സൈനൻസിസ് ആണെങ്കിൽ സ്മോൾ ലെതറി ലീവ്സ് ആണ്, ലോ ഈൽഡ് ആണ്, ഗുഡ് ക്വാളിറ്റി ആണ്, പക്ഷെ ഹാർഡി ആൻഡ് റെസിസ്റ്റന്റ്, പ്രൊഫ്യൂസ് ഫ്ലവറിംഗ് ഉണ്ട്. ഇനി പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ സീഡ് പ്രൊപ്പഗേറ്റഡ് ആണ്, വെജിറ്റേറ്റീവും ചെയ്യാം, മെയിനായിട്ടും സിംഗിൾ നോഡൽ കട്ടിങ്സും ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ പ്ലാന്റിങ്ങിൽ 2 ടൈപ്പ് ഓഫ് പ്ലാന്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ ഹെഡ് സിസ്റ്റം, അതുപോലെ ഡബിൾ ഹെഡ് സിസ്റ്റം. സോ സിംഗിൾ ഹെഡ് സിസ്റ്റത്തിന്റെ സ്പേസിംഗ് ആണ് 1.2 മീറ്റർ ബൈ 0.75. സ്പേസിംഗ് എല്ലാ ക്രോപ്പിന്റെയും അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് മേജർ ആയിട്ടുള്ള നമ്മുടെ ഏതാണ് കോക്കനട്ടിനൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ ടീന്റെയും അറിഞ്ഞിരിക്കുക സിംഗിൾ ഹെഡ്സ്, അതുപോലെ റബ്ബറിന്റെയും അറിഞ്ഞിരിക്കണം.
സിംഗിൾ ഹെഡ്ജ് സിസ്റ്റത്തിൽ 1.2 by 0.75 മീറ്റർ 10,800 plants per hectare. ഡബിൾ ഹെഡ്ജിൽ 1.35 by 0.75 by 0.75 13,000 plants per hectare 13,200 plants per hectare വരെ നമുക്കിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഡബിൾ ഹെഡ്ജിൽ. പിന്നെ റബ്ബറിൽ പറഞ്ഞ പോലെ ടീയിലും ചില ക്ലോൺസുകളുണ്ട്. അത് മെയിനായിട്ട് ഉപാസി 28 വരെ ഉണ്ട്, 28 ക്ലോൺസ്. സോ ഇതിൽ ഓരോ ഉപാസി 1 അതിൻ്റെ വേറെ പേരുകളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എവർഗ്രീൻ, ഉപാസി 2 ജയറാം, അങ്ങനെ. പിന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറാണ് ഉപാസി 6 ബ്രൂക്ക്ലെൻഡ് എന്ന് പറയുന്ന ക്ലോൺ. ഇറ്റ് ഈസ് മീഡിയം ഈൽഡിംഗ് ആണ് ആൻഡ് ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ഹയർ എലിവേഷൻ. പിന്നെ ഈ ഉപാസി 8 ഗോൽക്കൊണ്ട എല്ലാ എലിവേഷനും പറ്റുന്ന ഒരു ക്ലോൺ ആണ്. ഉപാസി 9 അത്രേ ഡ്രൗട്ട് ടോളറൻറ്റ്. സിംഗാര ഉപാസി 14 ഇസ് ഹൈ ക്വാളിറ്റി ആണ്. ഉപാസി 15 സ്പ്രിംഗ്ഫീൽഡ് ഇസ് ഓൾസോ ഹാവിങ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ടീ ആണ് ആൻഡ് ഓൾസോ വിൻഡ് റെസിസ്റ്റൻ്റ് ആണ്. ഉപാസി 28 ബൈക്ലോണൽ ആണിത്. അതായത് രണ്ട് ക്ലോൺസ് ആണ്, രണ്ട് ക്ലോൺസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് കിട്ടിയ ഒരു ക്ലോൺ ആണിത് ഉപാസി 28. പിന്നെ TB24 ഇന്റർ സ്പെസിഫിക് ക്ലോൺ ആണ്. ദറ്റ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ ഇറവാഡിയൻസിസ് ആൻഡ് അസാമിക്ക. രണ്ടിൻ്റെയും ക്രോസ് ചെയ്തിട്ട് ഇന്റർ സ്പെസിഫിക്, രണ്ട് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് കിട്ടിയ ക്ലോൺ ആണ് TB24. അതുപോലെ TB2 എന്ന് പറയുന്നത് ഒരു അസാം ചൈന, അതായത് അസാമിക്കയും സൈനൻസിസും തമ്മിലുള്ള ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് ആണ് TB2. പിന്നെ ഇതിൽ മെത്തേഡ്സ് 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ നമുക്ക് പരിചയമുള്ള ടീ ഒക്കെയാണിത്. ബ്ലാക്ക് ടീ ആക്ച്വലി ഫുള്ളി ഫെർമെൻറ്റഡ് ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ടീ. ഊലോങ് ടീ എന്ന് പറയുന്നത് പാർഷ്യലി ഫെർമെൻറ്റഡ് ആൻഡ് ഗ്രീൻ ടീ ഈസ് അൺഫെർമെൻറ്റഡ് ആയിട്ടുള്ള ടീ ആണ് ഗ്രീൻ ടീ. പിന്നെ നമുക്ക് നോക്കാനുള്ള ഈ ഞാൻ പറഞ്ഞ ഈ ബ്ലാക്ക് ടീ, അതായത് ഫുള്ളി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടീയിന് മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിൽ 2 ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ഒന്ന് ഓർത്തഡോക്സ് മെത്തേഡ്, അതുപോലെ ഒന്ന് CTC മെത്തേഡ്. നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് ടീയിലുള്ള 2 മെയിൻ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ആണ് ഓർത്തഡോക്സ് ആൻഡ് CTC. CTCന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കട്ടിംഗ്, ടിയറിംഗ് ആൻഡ് കേളിംഗ് എന്നാണ് CTCന്റെ എക്സ്പാൻഷൻ. സോ മെയിനായിട്ടും ഓർത്തഡോക്സ് മെത്തേഡ് മെയിനായിട്ടും ഫോളോ ചെയ്യാറില്ല. കമേഴ്ഷ്യലി ഫോളോ ചെയ്യുന്ന ഒരു ടീ പ്രോസസ്സിംഗ് മെത്തേഡാണ് CTCയിൽ വരുന്ന മെയിൻ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വിതറിങ് എന്ന് പറഞ്ഞാൽ വിതറിങ്ങിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ലീഫാണ് ഇതിന്റെ എക്കണോമിക് പാർട്ട്. 2 leaves ആൻഡ് എ ബഡ്, അതാണ് ഇതിന്റെ എക്കണോമിക് പാർട്ട്, ടീന്റെ എക്കണോമിക് പാർട്ട്. സോ ലീഫ് എടുക്കുന്നു, ഈ 2 leaf ആൻഡ് എ ബഡ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ ലീഫിനെ പ്ലക്ക് ചെയ്ത ശേഷം വിതറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആദ്യം വിതറിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, മെയിൻ ഇന്റൻഷൻ ഇസ് ടു റിമൂവ് മാക്സിമം അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മുഴുവൻ റിമൂവ് ചെയ്യുക. അതാണ് വിതറിങ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പൊ അതിനൊരു വിതറിങ് ചെയ്യാനുള്ള റോളർ ഒരു ട്രഫ് പോലെ ഒരു സാധനം ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു അരിപ്പ പോലെ ഒരു സാധനം. അതിലേക്കാണ് ഈ ലീഫിന് കൊണ്ടുപോയി ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആർട്ടിഫിഷ്യൽ എയർ പാസ് ചെയ്തിട്ട് മാക്സിമം മോയ്സ്ചർ എല്ലാം അതിൽ നിന്ന് വലിച്ചെടുക്കണം. അത് ഏകദേശം ഒരു 12 to 18 hours ഇത് നടക്കും വിതറിങ് പ്രോസസ്സ്. പിന്നെ വരുന്നതാണ് വിതറിങ് കഴിഞ്ഞാൽ, ഇതൊരു 18 hours ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് റോളിങ്ങിലേക്ക് എത്തുമ്പോൾ, റോളിങ് ചെയ്യാൻ വേണ്ടി റോളേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം മോയ്സ്ചർ എല്ലാം പോയ ലീഫ് റോളേഴ്സിലേക്കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം ലീഫില് മോയ്സ്ചർ എല്ലാം റിമൂവ് ആയി, പക്ഷെ ലീഫിലുള്ള സെൽസ് എല്ലാം ഈ റോളേഴ്സിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പം അതെല്ലാം കൂടെ ഇതായി പോകുമല്ലോ, ബ്രേക്ക് ആയി പോകും. ആ സെൽസ് എല്ലാം ബ്രേക്കായി സാപ്പ് പുറത്തേക്ക് വരും. അതായത് നമുക്കറിയാം ലീഫ് ഇങ്ങനെ അരഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ലിക്വിഡ് പോലെ സാപ്പ് വരും പുറത്തേക്ക്. ആ സാപ്പ് ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ് ആയി, ഈ സാപ്പിലെല്ലാം പോളിഫിനോൾസ് ഉണ്ടാവും. അതായത് ഓക്സിഡൈസ് ആകുമ്പം പോളിഫിനോൾ ഓക്സിഡൈസ് എന്ന് പറഞ്ഞ എൻസൈം ഓക്സിജനുമായിട്ട് റിയാക്ട് ആയി പോളിഫിനോൾസ് റിലീസ് ആവും. മെയിൻ ആയിട്ടുള്ള 2 പോളിഫിനോൾസ് ആണ് തിയാഫ്ലാവിനും തിയാറുബിജൻസ്. അത് നോട്ട് ചെയ്ത് വെക്കുക.
ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. തിയാഫ്ലാവിൻസ്, THEAFLAVINS, തിയാഫ്ലാവിൻ. അതുപോലെ THEARUBIGENS, റുബിജൻസ്, തിയാറുബിജൻസ് ആൻഡ് തിയാഫ്ലാവിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പോളിഫിനോൾസ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഈ 2 കോമ്പൗണ്ട്, അതായത് ഈ 2 പോളിഫിനോൾസ് മെയിൻ ആയിട്ടും ചായക്ക്, അതായത് ടീന് വേണ്ടിയിട്ടുള്ള കളർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2 പോളിഫിനോൾസ് ആണ്, തിയാഫ്ലാവിൻസും തിയാറുബിജൻസും. ഓക്കെ, ഇനിയിപ്പോൾ റോളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫെർമെന്റേഷന്റെ സ്റ്റെപ്പ് മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ടീ ആണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ഒരു ഗോൾഡൻ റെഡ് കളർ കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ് ഫെർമെന്റേഷൻ. ഇപ്പോൾ റോളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെർമെന്റേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് ഏത് സ്റ്റേജിലാണ് ഗോൾഡൻ കളർ ടീ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ പ്രോസസ്സിലാണ് നമുക്കത് കിട്ടുക. ഇനി ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ, ഡ്രൈയിങ് ഇസ് ദ സ്റ്റേജ് വെയർ ഫെർമെന്റേഷൻ സ്റ്റോപ്പ് ആവുന്ന സ്റ്റേജ്. അതായത് മെയിൻ ആയിട്ട് ഫെർമെന്റേഷൻ സ്റ്റോപ്പ് ആയി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഡ്രൈയിങ്ങിലേക്ക് എത്തുന്നത്. ഡ്രൈയിങ് അഗൈൻ പല ഡ്രയേഴ്സ് ഉണ്ട്. ഡ്രയർ പല ടെമ്പറേച്ചറിൽ അതിനെ ഇപ്പം എന്താ പറയുക ഉള്ളിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ എയർ പോലെ തന്നെ ഡ്രയേഴ്സ് ഉണ്ട്. അത് പല ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്തിട്ട് ലീഫിനെല്ലാം ഉണക്കുന്നു. അത് കഴിഞ്ഞ് സോർട്ടിങ് ആൻഡ് ഗ്രേഡിങ്, പല ഗ്രേഡ്സ് ഉണ്ട്. ആ ഗ്രേഡുകളാണ് ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാം. ഓർത്തഡോക്സ് മെത്തേഡിലുള്ള ഗ്രേഡ്സ് ആണ് ഹോൾ ലീഫ്, ബ്രോക്കൺ, ഫാനിങ്സ് ആൻഡ് ഡസ്റ്റ്. CTC ഗ്രേഡ്സിൽ ബ്രോക്കൺ, ഫാനിങ്സ് ആൻഡ് ഡസ്റ്റ്. സോ ഇതൊക്കെയാണ് മെയിൻ ഗ്രേഡ്സ് വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊക്കെയാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെയാണ് CTCയിൽ വരുന്ന മെയിൻ സ്റ്റേജസ്, ടീ പ്രോസസ്സിംഗ് സ്റ്റേജസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു 2 സ്ലൈഡ്സ് നിങ്ങൾക്ക് മേജർ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. CPC കോജന്റ്, അതിന്റെ എക്സ്പാൻഷൻ, ഇന്റർനാഷണൽ കോക്കനട്ട് ജനറ്റിക് റിസോഴ്സ് നെറ്റ്വർക്ക്. പിന്നെ CPCRI, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ് ഇൻ കാസർഗോഡ്. പിന്നെ അതിന്റെ റീജിയണൽ സ്റ്റേഷൻ ഒന്ന് കായംകുളമുണ്ട്. പിന്നെ അതുപോലെ വിത്തൽ കർണാടകയിൽ ഒന്നുണ്ട്. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ കോട്ടയം. ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച്, ആക്ച്വലി അവിടെ AICRP ഓൺ കാഷ്യൂം ഉണ്ട്, നടക്കുന്നുണ്ട് പ്രോഗ്രാം, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ പുത്തൂർ കർണാടകയിൽ. NRC, നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഓയിൽ പാം, പെഡവഗി, എല്ലൂറു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആന്ധ്രയില്. പിന്നെ ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപാസി, നമ്മൾ നേരത്തെ ഉപാസി ക്ലോൺസ് നോക്കി ടീയില്. സോ ഉപാസിന്റെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ, ലൊക്കേറ്റഡ് ഇൻ വാൾപാറ, തമിഴ്നാടു. പിന്നെ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബലഹണ്ണൂർ, കർണാടക. അതിന്റെ റീജിയണൽ സ്റ്റേഷൻ കേരളത്തിലുണ്ട്, ചുണ്ടേല്, വയനാട്ടില്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ ആൻഡ് കൊക്കോ ഡെവലപ്മെന്റ്, കൊച്ചി. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് അരക്കനട്ട് ആൻഡ് സ്പൈസസ് ഡെവലപ്മെന്റ് ലൊക്കേറ്റഡ് ഇൻ കാലിക്കറ്റ്. അതുപോലെ തന്നെ ചില കമോഡിറ്റി ബോർഡ്സ് ആൻഡ് KUവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടി ഉണ്ട്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി, കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ, ടീ ബോർഡ് ഓഫ് ഇന്ത്യ കൊൽക്കത്ത, റബ്ബർ ബോർഡ് കോട്ടയം, ഉപാസി കുന്നൂർ, പിന്നെ ഇന്ത്യൻ ടീ അസോസിയേഷൻ കൊൽക്കത്ത, കോയർ ബോർഡ് ഓഫ് ഇന്ത്യ കൊച്ചി. പിന്നെ നമ്മുടെ KU ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ നോർത്തേൺ സോണിൽ പീലിക്കോട്, ദറ്റ് ഈസ് ഫോർ RARS ഇതിന് കോക്കനട്ടിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ സ്പെഷ്യൽ പ്രോബ്ലം ഏരിയ കുമരകം കോക്കനട്ടിന് അഗൈൻ. പിന്നെ കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ അനക്കയം മലപ്പുറം. പിന്നെ മാടക്കത്തറ കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് തൃശ്ശൂരിൽ. കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ബാലരാമപുരം ട്രിവാൻഡ്രത്ത്. അതോടൊപ്പം തന്നെ ചില ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് സെലിബ്രേഷൻ, ലൈക്ക് ഇന്റർനാഷണൽ ടീ ഡേ, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 21st May, ഇന്റർനാഷണൽ കോഫി ഡേ 1st October, വേൾഡ് കോക്കനട്ട് ഡേ 2nd September, ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ 7th July, നാഷണൽ കാഷ്യൂ ഡേ 23rd November, US സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നാഷണൽ ചോക്ലേറ്റ് കവേർഡ് കാഷ്യൂ ഡേ 21st April. സോ ഇതൊക്കെയാണ് മേജറായിട്ട് ഡേയ്സ്, സെലിബ്രേഷൻ ചെയ്യുന്ന ചില ഡേയ്സ് ഒക്കെ വരുന്നത്. മേ ബി ചോദിക്കാവുന്നതാണ്, അറ്റ്ലീസ്റ്റ് ടീ ഡേയും കോഫി ഡേയെങ്കിലും അല്ലെ കോക്കനട്ട് ഡേ ഒക്കെ ചോദിക്കാവുന്നതാണ്, അറിഞ്ഞിരിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. സോ നേരത്തെ ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, റബ്ബറിന്റെ കാലയളവിനെ കുറിച്ച് പറയാം. ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പം റബ്ബറിന്റെ ഈൽഡ്, റബ്ബർ ടാപ്പിംഗ് ഏജിലേക്ക് വരുന്നത് ഏകദേശം 7 വർഷം പ്രായമാകുമ്പോഴാണ് ടാപ്പിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ ഓരോ വർഷം കൂടും തോറും ലാറ്റക്സിന്റെ ഈൽഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്.
മാക്സിമം ഒരു 14 to 18 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും, അതായത് 14 to 18 ഇയേഴ്സ് ഓഫ് പ്ലാന്റിങ് ആകുമ്പോഴത്തേക്കും റബ്ബറിന്റെ ഈൽഡ് ഇങ്ങനെ, അതായത് ആ പീക്ക് ഈൽഡ് കൂടിക്കൂടി വരും ഓരോ വർഷം തോറും. അതായത് പീക്ക് ഏറ്റവും മാക്സിമം വരുന്നത് ഒരു 18 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും, 18-20 വർഷം ആകുമ്പോഴത്തേക്കും ഏറ്റവും മാക്സിമം ഈൽഡ് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 20 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോലി അത് കുറയാൻ തുടങ്ങും. ഈൽഡ് കുറയും. പിന്നെ ഒരു 40 വർഷമൊക്കെ പ്രായം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എന്താ പറയാ, എക്കണോമിക്കൽ അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റബ്ബർ വളർത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ എന്തായാലും നമ്മളത് വെട്ടി വേറെ പ്ലാന്റ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. പിന്നെ നമുക്ക് മാക്സിമം പിന്നെ ഞാൻ പറഞ്ഞ സ്ലോട്ടർ ടാപ്പിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ഓൾഡ് ആയിട്ടുള്ള പ്ലാന്റ്, ഇപ്പം ഒരു 20 വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു പ്ലാന്റിൽ വേണ്ടി ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 20 വർഷം കഴിയുമ്പോഴേക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ആ പ്ലാന്റിൽ ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, റബ്ബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അതാണ് എന്താണ് ഇതിന്റെ ഒരു ഈൽഡ് അല്ലെങ്കിൽ എക്കണോമിക് ഈൽഡ് പറയുന്നത്. പിന്നെ വെറൈറ്റി വൈസ് അങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ, വെറൈറ്റി വൈസ് ഏത് വെറൈറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് ഉള്ളത് എന്നുള്ളത് എനിക്കും അറിയില്ല. ഞാനൊന്ന് നോക്കിയിട്ടത് പറയാം. എന്തായാലും നിങ്ങളുടെ നോട്ട്സ് ഞാൻ കുറച്ചും കൂടെ വേർഡ് നോട്ട്സിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റീസും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ക്യാൻ റീഡ്, വായിക്കാവുന്നതാണ് അതൊക്കെ. വെറൈറ്റീസ്, യെസ്, അതാ ഞാൻ പറഞ്ഞ വെറൈറ്റീസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ വേർഡ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി 1 hour 15 ആയിരുന്നു പറഞ്ഞത്. പിന്നെ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് ഇത് കുറച്ച് ഇത്രയും നീണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വെറൈറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ഇതിൽ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വേർഡ് നോട്ട്സിൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പം കോക്കനട്ടിന്റെ ഒക്കെ തന്നെ ഓരോന്നിന്റെ ക്യാരക്ടേഴ്സ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അത് വായിച്ചാൽ മതി. I think ആർക്കും ഒരു സംശയമില്ലെന്ന് തോന്നുന്നു. സോ we shall wind up then. Thank you for the patient listening. കാരണം കുറെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു.